السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം നമ്മൾ 246 കഴിഞ്ഞ ആഴ്ചയിൽ ആ ഒരാഴ്ച മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ആഴ്ച ഇന്ന് നമ്മൾ 247, 48, 49 കുറച്ചൊരു വലിയ ആയത്താണ്. പക്ഷെ ഒരു സ്റ്റോറി പോലെ കേട്ടിരിക്കാം. അതേസമയം ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഉണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കറിയാം, നമ്മൾ സെക്കൻഡ് ജ്യൂസ് വൈൻഡപ്പ് ചെയ്യാനുള്ള ഇതിലാണ് ഇൻഷാ അല്ലാഹ്, അടുത്ത ആഴ്ച മീറ്റപ്പിന് മുമ്പ്. അപ്പം ഇന്നും നാളെയും കൊണ്ട് തീർക്കാം എന്നാണ് വിചാരിക്കുന്നത്. നാളത്തത് കമ്പാരിറ്റീവ്ലി ചെറിയ ആയത്തുകളാണ്, പെട്ടെന്ന് തീരും. അപ്പം ഈ സൺഡേ എക്സാം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ജ്യൂസ് 2ന്റെ ലാസ്റ്റ് എക്സാം ആയിരിക്കും. ഇതുവരെയുള്ള എല്ലാ എക്സാമും എഴുതിയവര് ഈ എക്സാം മിസ്സാക്കരുത് ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്ത ആഴ്ച അപ്പൊ നമുക്ക് ക്ലാസ്സും എക്സാമും ഒന്നും ഉണ്ടാവില്ല. പകരം നമുക്ക് കുറെ നാളായിട്ട് പെൻഡിങ് ഉള്ള M2MLന്റെ ഒന്ന് റിവൈവൽ, നമ്മളൊരു പുതിയ പ്ലാൻ IFOCയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു സെഷൻ നമുക്ക് വെക്കാം. കഴിയുന്നവരൊക്കെ ജോയിൻ ചെയ്യണം ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ 2 ജ്യൂസ് കഴിഞ്ഞു. ഇനിയും ആ ഒരു M2MLന്റെ ഭാഗത്തിന് കുറച്ചും കൂടെ എത്രത്തോളം നമ്മൾക്ക് സീരിയസ് ആക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം. കാരണം പല സ്റ്റെപ്പുകൾ എടുത്തിട്ട് നമ്മൾ ഫെയിൽ ആവുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം തേടിക്കൊണ്ട് വീണ്ടും 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 ശ്രമിക്കുമ്പം അള്ളാഹു നമുക്ക് നമുക്ക് എപ്പോഴാണോ സക്സസ് അള്ളാഹു ഉദ്ദേശിച്ചത് ആ സമയത്ത് അള്ളാഹു സക്സസ് തരും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒഴിവാക്കിക്കൂടാ. നമ്മൾ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മൾ പുതിയൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം അടുത്ത ആഴ്ച ഒരു ക്ലാസ് അതിനു വേണ്ടി വെക്കും ഇൻഷാ അല്ലാഹ്. കാരണം നമുക്ക് അടുത്ത ആഴ്ച തഫ്സീർ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും എല്ലാവരും. അപ്പൊ അതിനകത്ത് എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഇത് ലൈവിൽ പറയാൻ കാരണം എല്ലാവരും കേൾക്കാനും അറിയാനും വേണ്ടിയിട്ടാണ്. നാളെയും പറയും ഇൻഷാ അല്ലാഹ്. കഴിയുന്നവരൊക്കെയും ആ ലൈവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം തുടങ്ങാം നമുക്ക്. നമ്മള് താലൂത്തിന്റെ സ്റ്റോറി അല്ലെ, താലൂത്തും ജാലൂത്തും തമ്മിലുള്ള ഫൈറ്റിന്റെ ആ ഒരു സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബനു ഇസ്രായേലിന്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ അല്ലെ. അതായത് കഴിഞ്ഞ ആയത്തിൽ 246 ആയത്തിൽ നമ്മൾ കണ്ടത് ബനു ഇസ്രായേൽ അവരിലെ ഒരു പ്രവാചകന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം അല്ലെ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു രാജാവിനെ അപ്പോയിന്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ രാജാവിന്റെ ലീഡർഷിപ്പിന് കീഴിൽ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണം. കാരണം അവർക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ശത്രുക്കള് അവരിൽ നിന്ന് പലതും അല്ലെ, അവരുടെ രാജ്യം പിടിച്ചടക്കിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്, അവരുടെ മക്കളെ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവര് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അവരവരുടെ പ്രവാചകന്റെ അടുത്ത്, അവരുടെ നബിയുടെ അടുത്ത് പോയി പറയാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അപ്പം അവരുടെ നബി അവരുടെ അടുത്ത് തിരിച്ചു പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് യുദ്ധം അള്ളാഹു നിർബന്ധമാക്കി കഴിഞ്ഞാല് നിങ്ങള് അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ നിർബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ പറഞ്ഞേക്കാം, അപ്പൊ നിങ്ങൾ തിരിഞ്ഞു കളയും. ഓക്കെ, അതിനൊരു സാധ്യതയുണ്ടെന്ന് പറയാം. അപ്പൊ അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഞങ്ങൾ എന്തിനു യുദ്ധം ചെയ്യാതിരിക്കണം? ഞങ്ങൾക്ക് അത്രയും കാരണങ്ങളുണ്ടെന്നല്ലേ. കാരണം ഞങ്ങൾക്ക് അത്രയും പ്രയാസങ്ങൾ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ മക്കളെ അവർ കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. അത്രയും അവർ കൺവിൻസിങ് ആയിട്ട് പറയണം. അപ്പം അങ്ങനെ അവരുടെ അടുത്ത് കൽപ്പന വന്നപ്പോ, യുദ്ധത്തിന്റെ കൽപ്പന വന്നപ്പോ നമ്മൾ കണ്ടു അവര് തിരിഞ്ഞു കളഞ്ഞു. അല്ലെ, കാരണം ഇപ്പം അതായത് അവര് യുദ്ധം ആഗ്രഹിച്ചിട്ടാണ് ചോദിച്ചതെങ്കിലും ആ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന വന്നു അവരുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് അവര് തിരിഞ്ഞു കളഞ്ഞു. വളരെ ഖലീലായിട്ടുള്ള ആളുകൾ ഒഴികെ അല്ലെ. ഖലീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു 1/3 കുറവ്, അതായത് ടോട്ടൽ നമ്പറിന്റെ 1/3 കുറവാണ് ഖലീൽ എന്ന് പറയുന്നത്. ഇനി അതിന്റെ തുടർച്ച നമുക്ക് നോക്കാം 247 ആയത്ത് ഇൻഷാ അല്ലാഹ്. അപ്പം അവരുടെ ഈ ചോദ്യവും ഉത്തരവും ഒക്കെ നമ്മൾ കണ്ടു അല്ലെ 246. ഇനി ഇവിടെ എന്താ പറയുന്നത് നോക്കാം. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا إن أنا يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال
قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് താലൂത്തിനെ രാജാവായി നിയോഗിച്ചു തന്നിരിക്കുന്നു. അവർ പറഞ്ഞു, അയാൾക്ക് എങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ പറ്റും? രാജാധികാരത്തിന് അയാളെക്കാൾ കൂടുതൽ അർഹതയുള്ളത് ഞങ്ങൾക്കാണല്ലോ. അയാൾ സാമ്പത്തിക സമൃദ്ധി ലഭിച്ച ആളുമല്ലല്ലോ. അദ്ദേഹം, അതായത് അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കൂടുതൽ വിപുലമായ ജ്ഞാനവും ശരീരശക്തിയും നൽകുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു അവന്റെ വകയായുള്ള ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു. വാക്കർത്ഥം നോക്കാം. വഖാല, അവൻ പറഞ്ഞു, ലഹും അവരോട്, നബിയഹും അവരുടെ പ്രവാചകൻ. ഓക്കെ, അപ്പൊ അവരുടെ പ്രവാചകന്റെ അടുത്താണ് അവർ ഈ കാര്യങ്ങൾ വന്ന് ചെന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ നബി അവരുടെ പ്രവാചകൻ അവരുടെ അടുത്ത് പറയണ, ഇന്ന അള്ളാഹ നിശ്ചയമായും അള്ളാഹു ഖദ് ബഅസ നിയോഗിച്ചു തന്നിട്ടുണ്ട്, ലക്കും നിങ്ങൾക്ക്. ബഅസ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള റൂട്ട് തന്നെയാണ്. ത്വാലൂത്തിനെ മലിക്കൻ രാജാവായിട്ട്, മീംലാം കാഫ്. ഖാലു അവർ പറഞ്ഞു, അതായത് അവരുടെ നബി അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പം അവർ തിരിച്ചു പറയാണ്, അന്ന എങ്ങനെ, യകൂനു ഉണ്ടാവുക, ലഹു അവന്, അൽ മുൽക്കു രാജാധിപത്യം, എങ്ങനെയാണ് അവന് രാജാധിപത്യം ഉണ്ടാവുക, അലൈന ഞങ്ങളുടെ മേൽ, വനഹ്നു എന്നാൽ ഞങ്ങളാവട്ടെ, അഹഖു കൂടുതൽ അർഹതയുള്ളവർ. ഓക്കെ, ഞങ്ങളാവട്ടെ അഹഖു കൂടുതൽ അർഹതയുള്ളവർ. അഹഖ് ഹ ഖാഫ് ഖാഫ്, ബിൽ മുൽക്കി രാജത്വത്തിന്, മിൻഹു അവനേക്കാൾ, വലം യുഅത അവന് നൽകപ്പെട്ടിട്ടുമില്ല, യുഅത ഹംസത യ. ഓക്കെ, സഅതൻ വിശാലത, എന്നുള്ള വാക്ക് നമ്മൾ കണ്ടിരുന്നല്ലോ, സെയിം റൂട്ടാണ്. വാവ് സീൻ ഐൻ, മിനൽ മാലി ധനത്തിന്റെ. ഖാല അവൻ പറഞ്ഞു, തിരിച്ച് അവരുടെ നബി അവരുടെ അടുത്ത് പറഞ്ഞു, ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ഇസ്തഫാഹു അവനെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആരെ? ത്വാലൂത്തിനെ. സ്വാദ് ഫ വാവ്. ഓക്കെ, അലൈക്കും നിങ്ങൾക്ക് മീതെ, വസാദഹു അദ്ദേഹത്തിന് ഏറ്റം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു, അതായത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. സിയാദ, ദാൽ. ഓക്കെ, സിയാദ എന്നുള്ള വാക്കിൽ നിന്ന്. ബസ്തൻ വിശാലത, ബ സീൻ തോ. ഫിൽ ഇൽമി അറിവിൽ, വൽ ജിസ്മി ശരീരത്തിലും, വല്ലാഹു അല്ലാഹു യുതി നൽകുന്നു, സെയിം ഹംസത യാ റൂട്ട് തന്നെയാണ്. മുൽക്കഹു അവന്റെ രാജത്വം, മയ്യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വല്ലാഹു അല്ലാഹു വാസിഉൻ വിശാലൻ. സോറി, ഖാഫ്താലം അത് മിസ്റ്റേക്ക് ആട്ടോ. വാസിഉൻ വാവ് സീൻ ഐൻ, സെയിം റൂട്ട്, സായത്തൻ പറഞ്ഞ അതേ റൂട്ട് തന്നെ. അലീം നന്നായി അറിയുന്നവൻ. തഫ്സീർ നോക്കാം. ലഹും നബിയുഹും അങ്ങനെ അവരുടെ നബി അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ഖദ് ബഅസ ലക്കും നിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ആരെ? ത്വാലൂത്തിനെ മലിക്കൻ ഒരു രാജാവായിട്ട്. അപ്പം അവരുടെ നബി അവരുടെ അടുത്ത് തിരിച്ചു പറയണം അല്ലെ. അവര് രാജാവിനെ ആവശ്യപ്പെട്ടുകൊണ്ട് നബിന്റെ അടുത്ത് ചെന്നിരുന്നു. അപ്പം തിരിച്ചു പറയാണ്, ഇതാ നിങ്ങൾക്ക് താലൂത്തിനെ ഒരു രാജാവായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ രാജാവിനെ ചോദിച്ചു, താലൂത്തിനെ രാജാവായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. താലൂത്ത് എന്ന് പറയുന്നത് ബനു ഇസ്രായേലിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ട കാര്യമില്ല, കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. എന്നാലും ഈ ഒരു ആയത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം വളരെ അറിവുള്ളവനായിരുന്നു, കഴിവുള്ളവൻ, ശാരീരികമായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ആളും ആയിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ദീനും നല്ലതായിരിക്കണം, കാരണം അങ്ങനെയുള്ള ആളുകളെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്നത്. അപ്പം അവരുടെ നബി അവരുടെ അടുത്ത് പറഞ്ഞു, താലൂത്തിനെ ഇതാ നിങ്ങൾക്ക് രാജാവായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾക്കൊരു ലീഡറിനെ വേണമായിരുന്നല്ലോ അല്ലെ. പക്ഷേ അവരോ താലൂത്തിനെ ഒരു രാജാവായിട്ട് അല്ലെങ്കിൽ ഒരു ലീഡറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല, കാരണം അവർക്ക് തന്നെ ലീഡേഴ്സ് ആവണമായിരുന്നു. കാലു അവർ പറഞ്ഞു, അന്ന അതെങ്ങനെയാ ശരിയാവാ അല്ലെ, യക്കൂനു ആകുന്നത്, ലഹു അവന്, അൽ മുൽക്ക് രാജ്യത്വം, അതെങ്ങനെ അവന് രാജ്യത്വം കൊടുക്കുന്നത്, അലീന ഞങ്ങളുടെ മേൽ, ഞങ്ങൾ എങ്ങനെയാണ് അവന് കീഴൊതുങ്ങിയിട്ട് അവന് രാജ്യത്വം കൊടുക്കുന്നത്, വനഹ്നു എന്നാൽ ഞങ്ങളാവട്ടെ യഥാർത്ഥത്തില് അഹഖു ബിൽ മുൽക്കി അവനേക്കാൾ എന്തിന്, മുൽക്കിന് അല്ലെ, രാജ്യത്വത്തിന്, സാമ്രാജ്യത്വത്തിന് ഞങ്ങളാണ് കൂടുതലും അവകാശമുള്ളവർ അല്ലെ, കൂടുതൽ റൈറ്റ് ഹക്ക് ഞങ്ങൾക്കാണ്. ഹക്കു കൂടുതൽ അവകാശമുള്ള, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി അതിനേക്കാൾ കൂടുതൽ എന്നുള്ള രീതിയിൽ.
അപ്പൊ അപ്പൊ മുൽക്ക് രാജ്യത്വത്തിന്റെ കാര്യം വരുമ്പം ഞങ്ങൾക്കാണ് അവനേക്കാളും അവകാശമുള്ളത്. ഇതാണ് അവർ കൊടുത്ത ഒരു റീസൺ. വനഹ്നു അഹ്ഖു ബിൽ മുൽക്കി മിൻഹു, അവനേക്കാൾ. ഓക്കെ, ഇബ്ലീസ് പറഞ്ഞതുപോലെ ആദം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ അല്ലെ, അന ഖൈറു മിൻഹു, ഞാൻ അവനേക്കാൾ ഖൈറായതാണ്, ബെസ്റ്റ് ആണ്, ബെറ്റർ ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ മല അല്ലെ, മലന്റെ കാര്യം നമ്മൾ പറയുന്നത്, മല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചീഫ് അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ, അവരാണ് വന്ന് ചോദിച്ചത് അല്ലെ. അപ്പം സ്വാഭാവികമായും അവർക്കൊരു എന്താണ്, അവര് സംഭവമാണെന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവും. അപ്പം അവര് പറയാണ് ഞങ്ങളാണ് കൂടുതൽ എന്താണ് ഈ രാജ്യത്വത്തിന് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഇനി അടുത്ത ഒരു റീസൺ അവർ പറഞ്ഞത് വലം യുക്ത, അവനാണെങ്കിൽ നൽകപ്പെട്ടിട്ടില്ല അല്ലെ, എന്ത് വിശാലത. ഓക്കെ, അബണ്ടൻസ് എന്ന് പറയും, ധാരാളമായിട്ട് കൊടുക്കുക, അതായത് റിച്ച്നെസ് അല്ലെങ്കിൽ വെൽത്ത് അവന് കൊടുത്തിട്ടുമില്ല. മിനൽ മാൽ, സമ്പത്തിൽ നിന്ന്. അപ്പൊ സമ്പത്തിൽ നിന്ന് വിശാലതയും അവന് കൊടുക്കപ്പെട്ടിട്ടില്ല. ആർക്ക്? താലൂത്തിന്. സാഴത്തൻ ഞാൻ നേരത്തെ പറഞ്ഞു വുസ് എന്നുള്ള വാക്കിൽ നിന്നാണ് കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവ്, ധാരാളം എന്നൊക്കെ അർത്ഥം. അപ്പം അവന് ഒരുപാട് സമ്പത്തും നൽകിയിട്ടില്ല. അപ്പൊ ഞങ്ങളാണ് ഓൾറെഡി എന്താണ് രാജാധികാരത്തിന് അധികാരമുള്ളവര്, റീസൺ നമ്പർ 1. അതിന് രണ്ടാമത്തെ റീസൺ എന്താണ്, അവനാണെങ്കിൽ ഒരുപാട് സമ്പത്തും ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് ഇവരെ തന്നെ ഭയങ്കര ഞങ്ങളാണ് രാജാധികാരത്തിന് അർഹതയുള്ളവർ എന്ന് കണക്കാക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. അവരിൽ നിന്ന് വന്നത് മല ആയിട്ടുള്ള ആൾക്കാരാണ്. മല എന്ന് പറഞ്ഞാൽ അവരിലെ പ്രമുഖര് അല്ലെങ്കിൽ മുതിർന്നവര്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നല്ല പ്രത്യേക പാരമ്പര്യമുള്ള അല്ലെ ഒരു ഇപ്പം ബനു ഇസ്രായേലിന്റെ കാര്യത്തിൽ പറയപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, അവര് 12 ഗോത്രങ്ങളായിരുന്നു. അതിനകത്ത് ഒരു ഗോത്രമുണ്ട്, ആ ഗോത്രത്തിൽ നിന്നാണ് എല്ലാ കിങ്ഷിപ്പും എല്ലാ രാജാക്കന്മാരും വന്നിട്ടുള്ളത്, ആ ഗോത്രത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ വേറൊരു ഗോത്രമുണ്ട്, ആ ഗോത്രത്തിൽ നിന്നാണ് എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഗോത്രങ്ങൾക്കൊക്കെ ഒരു വലിയ സുപ്പീരിയോറിറ്റിയും ഒരു ശ്രേഷ്ഠത അവർക്ക് തന്നെ തോന്നുന്നുണ്ടാവും. അപ്പം ആ ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകളെ രാജാവാകാൻ പറ്റുള്ളൂ എന്ന് സ്വാഭാവികമായും അവരുടെ മനസ്സിൽ ആ ഒരു മൈൻഡ് സെറ്റ് അവിടെ ഉണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഗോത്രത്തിൽ നിന്നുള്ളതല്ലോ അവൻ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഓക്കെ, അതിലില്ലാത്ത ആളുകളൊന്നും രാജാവാൻ പാടില്ല. അപ്പം അവര് വേറൊരു അർത്ഥത്തിൽ പറയുന്നത് അവന്റെ പാരമ്പര്യം അത്ര അല്ലെ, ഒരു രാജകീയമായ പാരമ്പര്യമൊന്നും അല്ലല്ലോ, രാജാവിന്റെ മക്കളിൽ പെട്ടതൊന്നും അല്ലല്ലോ അല്ലെ, രാജാവിന്റെ സന്തത പരമ്പരകളിൽ പെട്ടതൊന്നും അല്ലല്ലോ, പിന്നെ എങ്ങനെയാ രാജാവാവുന്നത്? അപ്പം നമുക്കറിയാം ഐഹികമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൽ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജകുടുംബത്തിൽ ജനിച്ചതായിരിക്കണം. അവന്റെ രാജാവോ വാപ്പയോ വല്യാപ്പയൊക്കെ രാജാവാകുമ്പോഴാണ് മക്കള് രാജാവാവുന്നത് അല്ലെ. സോ ഇപ്പോഴും ഇന്നത്തെ കാലത്തും രാജഭരണം ഉള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സ്റ്റാൻഡേർഡ് അതല്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ലീഡർഷിപ്പ് കൊടുക്കുക എന്നുള്ളത് അത് അവന്റെ ഉമ്മയോ വാപ്പയോ വല്യാപ്പയോ മൂത്താപ്പയോ അളാപ്പയോ ഒന്നും ലീഡർ ആയതുകൊണ്ടല്ല. ഓക്കെ, അല്ലെങ്കിൽ അവർ പ്രസിഡന്റോ രാജാവോ മന്ത്രിയോ ഒന്നും ആയതുകൊണ്ടല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ലീഡർ ആക്കുന്നത് അവന് കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങള് ക്യാരി ഔട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, കഴിവുള്ള ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നത്. അപ്പം അവര് പറയാണ് ഇവന് സമ്പത്തില്ല അല്ലെ, ഞങ്ങൾക്ക് കുറെ സമ്പത്തുണ്ട്, ഞങ്ങളാണെങ്കിൽ രാജ പാരമ്പര്യത്തിലുള്ളതാണ്, ഇവന് അതും ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് വിചാരിച്ച കൂടുതൽ പൈസ ഉള്ളവരും അല്ലെങ്കിൽ ഇതുപോലത്തെ ലീനേജിലുള്ള പാരമ്പര്യത്തിലുള്ള ആളുകളുമാണ് തെരഞ്ഞെടുക്കപ്പെടുക. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത്. ഓക്കെ, പക്ഷെ അതല്ല ശരി. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു തആല അത് ഒരു ഹദീസിനകത്ത് തന്നെ പറയുന്നുണ്ട്, അല്ലാഹു ലാ യൻദുറു ഇലാ സുവരിക്കും അംവാലിക്കും, അള്ളാഹു നിങ്ങളുടെ മുഖങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യക്ഷ രൂപങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല നോക്കുന്നത്, പകരം ഇലാ ഖുലൂബിക്കും അഅ്മാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ അമലുകളിലേക്കുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നോക്കുന്നത് അല്ലെ. അപ്പൊ അവര് പറഞ്ഞു വലം യുഅ്ത സഅതൻ മിനൽ മാലി, പിന്നെ എങ്ങനെയാണ് അവൻ രാജാവാകുന്നത് അല്ലെ, അവന് പൈസയും അധികമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അവരുടെ പ്രവാചകൻ അവരോട് പറയാം, അവൻ പറഞ്ഞു ഇന്നല്ലാഹ ഇസ്തഫാഹു അലൈക്കും, നിശ്ചയമായും അള്ളാഹു തെരഞ്ഞെടുത്തു അവനെ. എന്തിന്? നിങ്ങളുടെ മേലെ. ഞാനല്ല തെരഞ്ഞെടുത്തത്. ഓക്കെ, അള്ളാഹ് തെരഞ്ഞെടുത്തതാണ്. സോ അവനെ നിങ്ങൾ സ്വീകരിച്ചേ മതിയാവും. അപ്പം എന്താ അതിന്റെ അർത്ഥം?
അള്ളാഹു ഒരാളെ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യണം അല്ലെ. പലപ്പോഴും നമ്മളുടെയൊക്കെ അല്ലെങ്കിൽ പൊതുവെ മനുഷ്യന്മാർക്ക് ചിലരുടെ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള അതോറിറ്റി, അവരുടെ കയ്യിലുള്ള ആ ഒരു കഴിവും അധികാരവും ഒക്കെ അംഗീകരിക്കാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. ഇനിയിപ്പോ ഈവൻ ഒരു കുടുംബത്തിൽ പോലും മൂപ്പര് കാരണവരാന്ന് വെച്ചിട്ട് ഞാൻ എന്തിനാ മൂപ്പര് പറയുന്നത് അനുസരിക്കുന്നത്, എന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല, അങ്ങനെയൊക്കെ ഒരു തോന്നലുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു സ്റ്റേറ്റസ്, ആ ഒരു ഈവൻ ആ ഒരു ബന്ധം, ആ ഒരു പൊസിഷൻ കൊടുത്തു തരണം അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അല്ലെ. അപ്പം അള്ളാഹ് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു പ്രത്യേക പൊസിഷനും ഒരു പ്രത്യേക സ്റ്റേറ്റസും അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവൻ ഓർമ്മിപ്പിച്ചു, അതായത് അവരുടെ പ്രവാചകൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇന്നല്ലാഹു അസ്തഫാക്കു അലൈക്കും, നിങ്ങളെ മേൽ തെരഞ്ഞെടുത്തു. ഓക്കെ, എന്താണ്, അവൻ അതിനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തത്. വസാദഹു, അവൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു, വർദ്ധിപ്പിക്കുകയും ചെയ്തു. സിയാദ, ഓക്കെ, സിയാദ വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിച്ചു കൊടുത്തു. ബസ്തൻ, ബസ്തത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം വിശാലമാക്കുക എന്നുള്ളത്, ഓക്കെ, വികസിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ വാസ്റ്റ് ആയിട്ട് ഒരുപാടാക്കിയിട്ട് അള്ളാഹു കൊടുത്തു. അപ്പം അള്ളാഹു അവന് ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്ത്? ഫിൽ ഇൽമി വൽ ജിസ്മി, ഇൽമിലും ജിസ്മിലും. ഇൽമ അറിയാം, നിങ്ങൾക്കറിയാം, അറിവ്, ജിസ്മ ശരീരം. ഓക്കെ, അപ്പൊ അള്ളാഹു അവന് ധാരാളമായിട്ട് ഇൽമും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ ഇൽമ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പ്ലസ് ജിസ്മ കൊടുത്തിട്ടുണ്ട്. ജിസ്മ എന്ന് പറഞ്ഞാൽ ശരീരം അല്ലെങ്കിൽ ഫിസിക്കൽ, ശാരീരികമായ എന്താ പറയാ, ശാരീരിക ക്ഷമത എന്ന് പറയാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ബോഡി ഉണ്ട്, ഓക്കെ, ആ ഒരു ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട്, ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ള അർത്ഥം. അവന് അതിനുള്ള കഴിവുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ഒരു ലീഡറുടെ പൊസിഷനിലുള്ള ഒരാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നാ പറയുന്നത്? അയാൾക്ക് ശരിക്കും ബുദ്ധിയിലെ അറിവ് വേണം. അയാൾക്ക് എന്താ പറയാ, വിസ്ഡം അല്ലെങ്കിൽ ഹിക്മത്ത് ഉപയോഗിക്കാനുള്ള, അറിവ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അറിവില്ലാത്ത ഒരാൾക്ക് അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് പൊസിഷൻ അല്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വം കംപ്ലീറ്റ് ആയിട്ട് നിറവേറാൻ പറ്റില്ല അല്ലെ. ഐഹികമായ ഒരു സെൻസിലാണെങ്കിലും ഒരു കമ്പനിയുടെ മാനേജർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിന് വേണ്ട പഠിപ്പ് എന്താണോ, MBA ആണെങ്കിൽ MBA എന്താണെന്ന് വെച്ചാൽ അത് പഠിച്ചിട്ടുണ്ടാവണം അല്ലെ. ഒരാൾ ഡോക്ടർ ആവണമെങ്കിൽ അതിന് വേണ്ട അറിവ് അയാൾ നേടിയിട്ടുണ്ടാവണം. അല്ലാത്ത ഒരാളെ അയാൾ ആ ഒരു പൊസിഷനിലേക്ക് സ്വീകരിക്കാൻ പറ്റൂല. അപ്പം എന്ത് പൊസിഷനാണോ, ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ട അറിവ് അയാൾക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത് അയാൾക്ക് അതിനുള്ള ജിസ്മ, അതായത് ഫിസിക്കൽ എബിലിറ്റി, ശാരീരികമായിട്ടുള്ള ക്ഷമതയും അയാൾക്ക് അതിന് വേണം. പ്രത്യേകിച്ച് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ലീഡർ, ഒരു സൈനിക നേതാവ് എന്നൊക്കെ പറയുമ്പം അയാളില്ല, എനിക്ക് സൂക്കേടാണ്, എനിക്ക് വിശക്കുന്നു, ഞാൻ കിടക്കട്ടെ, ഞാൻ ഉറങ്ങട്ടെ, ഞാൻ ഉറങ്ങി എണീറ്റിട്ട് വരാം, എനിക്ക് തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ഒരു പൊസിഷനിലുള്ള ആൾക്ക് ശാരീരിക ക്ഷമത അത്യാവശ്യമാണ്. അപ്പൊ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കാണുമ്പോൾ, നേതൃത്വ സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര എന്താ ഫെയിം അല്ലെ, ആൾക്കാരൊക്കെ ഒരു പിന്നാലെയാണ് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. സുബ്ഹാനല്ലാഹ്. പക്ഷെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഒരുപാട് ഹാർഡ് വർക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഒരുപാട് എഫേർട്ട് അവർ ഇടണം അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഒന്നും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് റീജോയിൻ ചെയ്യാൻ നോക്കി, ആരൊക്കെ കേൾക്കാത്ത. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മളെ വീട്ടില് ഇപ്പൊ ഉമ്മ ഉപ്പാക്കാണ് വീട്ടില് ഒരു നേതൃസ്ഥാനത്തുള്ളത് അല്ലെ. മക്കള് കാണുമ്പോ വിചാരിക്കും ഇവർക്ക് ഇപ്പൊ എന്താ നല്ല സുഖം, അവർക്ക് തോന്നുമ്പോ എണീക്കാം, അവർക്ക് തോന്നുമ്പോ കിടക്കാം. സുബ്ഹാനല്ലാഹ്. പക്ഷെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുമ്പോൾ എഴുന്നേൽക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രശ്നം. പക്ഷെ ഉമ്മാക്കും വാപ്പക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ടാവും അല്ലെ. ഉമ്മക്കാണെങ്കിൽ ഒരു വീടിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. ഉപ്പാക്കാണെങ്കിൽ പുറത്തു പോയിട്ട് സമ്പാദിച്ചു കൊണ്ടുവരേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും അല്ലെ. എന്തെങ്കിലും ഒരു അറ്റം മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഫുൾ അവരുടെ തലയിലാണ്. അപ്പം എന്തൊരു കുഞ്ഞു നേതൃത്വ സ്ഥാനത്തിലുള്ളവർക്ക് പോലും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി അല്ലെ. അത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ആണ്. സുബ്ഹാനല്ലാഹ്. അതിന് നമുക്ക് സ്ട്രെങ്ത് വേണം അല്ലെ, ശാരീരിക ക്ഷമതയും വേണം, അറിവും വേണം. ഓരോ ഫീൽഡിലും ഒരു ഉപ്പ ആയിരിക്കണമെങ്കിൽ പോലും അതിനു വേണ്ട ശാരീരിക ക്ഷമതയും വേണം, അറിവും വേണം. സുബ്ഹാനല്ലാഹ്.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഒരുപാട് വിശാലത അദ്ദേഹത്തിന്റെ ഇൽമിലും ജിസ്മിലും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പറഞ്ഞ ആൾക്ക് ഉണ്ട് എന്നാണ് അവരുടെ പ്രവാചകൻ, അതായത് ത്വാലൂത്തിന് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കൂടെ പറയുന്നു വല്ലാഹു യുഅ്തി മുൽക്കഹു, അള്ളാഹു അവന്റെ മുൽക്ക് അല്ലെ, അവന്റെ സാമ്രാജ്യത്വം, അവന്റെ രാജ്യത്വം അള്ളാഹു ആണ് കൊടുക്കുന്നത്. കാരണം രാജ്യത്വം മുൽക്ക് എന്ന് പറയുന്നത് ആരുടെയാണ്? അള്ളാഹിന്റെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, രാജ്യത്വം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെയാണ്. അള്ളാഹു ആണ് അത് കൊടുക്കുന്നത്. ആർക്ക്? മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഓക്കെ, അപ്പൊ അള്ളാഹു മുൽക്ക് കൊടുക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വാസിആണ് അല്ലെ, അതിവിശാലനാണ്, അലീമാണ്, ഒരുപാട് എല്ലാം അറിയുന്നവനാണ്. വുസ്അ എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ കഴിവില് പെട്ടതാണ് അല്ലെ. അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അപ്പൊ വുസ്അ എന്ന് പറഞ്ഞ വിശാലത എന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ ഇൽമിന് പരിധി ഉണ്ടോ? ഇല്ല, അത് അതിവിശാലമാണ്. അള്ളാഹുവിന്റെ പാപം പുറത്തു കൊടുക്കലിന് പരിധി ഉണ്ടോ? ഇല്ല, അതിവിശാലമാണ്. അള്ളാഹുവിന്റെ ഔദാര്യത്തിന്, അവൻ ആളുകൾക്ക് അല്ലെങ്കിൽ അവൻ സൃഷ്ടികൾക്ക് കൊടുക്കുന്നതിന് അല്ലെ, അതിനെന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? ഇല്ല, വിശാലമാണ്. സുബ്ഹാനല്ലാഹ്, അവന്റെ കാരുണ്യത്തിന് അത് വിശാലമാണ്, നമുക്ക് കണക്കെടുക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. അതേപോലെ അള്ളാഹു അലീമാണ്. അപ്പൊ അള്ളാഹിന്റെ മുൽക്ക് അള്ളാഹ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഈ ഒരു ആയത്തിന്റെ ലെസൺസ് നോക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത്, പലപ്പോഴും മനുഷ്യന്മാരെന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ആളുകളാണ് അല്ലെ. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഹൃദയത്തിന്റെ വിശാലതയാണെങ്കിലും ഒക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് പൊതുവെ കുറവാണ്. നമുക്ക് പലരെയും മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് ചിലപ്പോൾ പല റീസൺസ് ഉണ്ടാവും. കളറും, ഗോത്രം, കുടുംബം, സുബ്ഹാനല്ലാഹ്, പേര്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ സോഷ്യൽ സ്റ്റേറ്റസ്, സുബ്ഹാനല്ലാഹ്, പല കാരണങ്ങളാലും നമുക്ക് പലരെയും പല പൊസിഷനിലേക്കും ഒക്കെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അള്ളാഹു അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അള്ളാഹു വാസിആണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ പലപ്പോഴും ഞാൻ ആ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് സ്വീകരിക്കാനേ പറ്റില്ല, മനസ്സുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും ബയാസ്ഡ് ആണ് പലരുടെ അടുത്തും. അതായത് പക്ഷപാതപൂർണമായിട്ടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ നമുക്കൊരു ഫേവററ്റിസം ഉണ്ടാവും പലപ്പോഴും. അതായത് ഏതെങ്കിലും ഒരാളുകളോട് അല്ലെ, അവരാണെങ്കിൽ ഓക്കെയാണ്, ഇവരാണെങ്കിൽ പറ്റൂല എന്നൊക്കെയുള്ള ആ ഒരു ഫെയർനെസ് ഇല്ലായ്മ നമ്മൾ മനുഷ്യന്മാരുടെ സ്വഭാവത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും അല്ലെ, അവരുടെ ഈ പറഞ്ഞ പോലെ കളർന്നുള്ള ഒരു സംഭവം ഒരു പക്ഷെ ഇപ്പം അത്രയ്ക്ക് പ്രോമിനന്റ് ആണോ എന്നറിയില്ല. എന്നാലും പല കാര്യങ്ങളിൽ കുടുംബത്തിന്റെ പേര്, സ്റ്റേറ്റസ്, അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, സോഷ്യൽ സ്റ്റേറ്റസ്, അതിന്റെയൊക്കെ പേരിൽ ആളുകൾ ഇങ്ങനെ ഉയർത്തിയും താഴ്ത്തിയും ഒക്കെ എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടല്ലേ. ചെറിയ തോതിലുള്ള പക്ഷപാതം, ചെറിയ തോതിലുള്ള ഫേവറിറ്റിസം ഒക്കെ നമ്മളുടെ ഒക്കെ ഉള്ളിൽ ഉണ്ട്. അതൊന്നും എന്താണ്, ശരിയല്ല, നീതിയല്ല. അത് ജാഹിലിയ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ പ്രൊഡക്റ്റ് ആണ്. അതൊക്കെ ഒരു വിശ്വാസിക്ക് ആളുകളെ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനേ പറ്റില്ല അല്ലെ. ഏതെങ്കിലും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരാൾ സുപ്പീരിയർ ആണ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അയാളുടെ തഖ്വയെ ബേസ് ചെയ്തിട്ടാണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ആളുകളെ ഇങ്ങനത്തെ ഒരു കാര്യവും ബേസ് ചെയ്തിട്ട് ഹൈ ലോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ ബനു ഇസ്രായേല് താലൂത്തിനെ ഇത്തിരിയൊന്ന് ലോ ആയിട്ട് കാണുകയാണ്. കാരണം ബനു ഇസ്രായേല്, അതായത് അവരുടെ രാജഗോത്രത്തിൽപ്പെട്ടതല്ല താലൂത്ത്. മാത്രമല്ല അവൻ അധികം സമ്പന്നനും അല്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവരുടെ നബി ഒരു പ്രവാചകൻ അവരോട് എന്താ പറഞ്ഞത്? അതൊന്നും നിങ്ങൾ നോക്കണ്ട, അവന്റെ കഴിവ്, അവന്റെ അറിവ്, അവന്റെ ശാരീരിക ക്ഷമത, അവനെ കൊടുത്ത ഉത്തരവാദിത്വം ചെയ്യാനുള്ള കപ്പാസിറ്റി അവനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ തെരഞ്ഞെടുത്തത്. അള്ളാഹു കഴിവുകൾ കൊടുക്കുകയും ചെയ്തു, അള്ളാഹു തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും. കാരണം അള്ളാഹു വാസിആണ് അല്ലെ. അള്ളാഹ്ക്ക് നിങ്ങളെ മാതിരി ഇങ്ങനെ കൊടുസായിട്ട് ഇന്ന ആൾക്കാർക്ക് ഇന്നത് കൊടുക്കുള്ളൂ എന്നുള്ള വിചാരമൊന്നും അള്ളാഹ്ക്ക് ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കറിയാം, നമസ്കാരത്തിന്റെ കാര്യം വരുമ്പം എല്ലാവരും ഒരേപോലെ നിസ്കരിക്കണം അല്ലെ. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും കുട്ടിയാണെങ്കിലും എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും എന്ത് സ്റ്റാറ്റസിൽ നിന്ന് വരുന്നവരാണെങ്കിലും ഏത് രാജ്യത്ത് നിന്ന് വരുന്നവരാണെങ്കിലും. അപ്പൊ പിന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ ആണെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഒരുപോലെ ആയിക്കൂടാ? അപ്പൊ എന്താ ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരാൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അയാളുടെ ബാക്ക്ഗ്രൗണ്ടിനെയോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മൾ ഈ ഒരു കാര്യം നമ്മളെ മനസ്സിലൊക്കെ ഇത് ചെറിയ തോതിൽ അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതൊക്കെ അങ്ങോട്ട് നമ്മൾ ദീനിലേക്ക് വരുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല മാർഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട്
പറിച്ചു കളയാം അല്ലെ. എല്ലാവരും അള്ളാഹിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. അള്ളാഹിന്റെ മുമ്പിൽ ശ്രേഷ്ഠത എന്ന് പറയുന്നത് തഖ്വ ബേസ് ചെയ്തിട്ടാണ്. അത് നമുക്ക് മനുഷ്യന്മാർക്ക് അറിയേയില്ല. സുബ്ഹാനല്ലാഹ്. പൊതുവെ എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നറിയില്ല. എന്നാലും പല നാടുകളിലും ഈ ദീനി ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റസ് പ്രശ്നവും അല്ലെ, ഒരു ഗ്രൂപ്പിസം പ്രശ്നങ്ങളും ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ശരിക്കും ഇതിനൊന്നും ഒരു സ്ഥാനവും ഇല്ല. കാരണം അള്ളാഹ്ക്ക് നമ്മളെ ഈ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഹൈ സ്റ്റാറ്റസ് ഉള്ള ആളുകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ പുതിയതായിട്ട് ദീനിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രയാസവും ഇല്ല. അള്ളാഹ്ക്ക് അറിവും കഴിവും കൊടുത്തിട്ടില്ലേ. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നത് ബനു ഇസ്രായേലിന്റെ ആ ഒരു പ്രൗഢിയുടെ ആ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരുന്നത് അല്ലെ. നിരക്ഷരനായ മാതാപിതാക്കൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക സ്ഥിതി അവകാശപ്പെടാനില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നത്. അപ്പൊ അള്ളാഹ്ക്ക് ഇതൊന്നും ഒരു പ്രയാസമില്ല. അപ്പൊ നമ്മൾ ദീനിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്താഗതികൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് വലിച്ചു പറിച്ച് ദൂരെ കളയേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ നമ്മൾ ആരെങ്കിലും കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഉള്ളിൽ ഇനിയും ആ ഒരു കിബർ അല്ലെങ്കിൽ ഹോട്ടിനെസ്, അഹങ്കാരത്തിന്റെ ഒരു ഇത്തിരി ബാക്കിയുണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, അവർ ഇത്തിരി മോശമാണ്. കാരണം അത് ഇബ്ലീസിന്റെ വിത്ത് അല്ലെ, അന ഖൈറും മിൻഹും. അപ്പം അത് നമുക്ക് വേണ്ട. നമ്മൾ ആരും ആരെക്കാളും ശ്രേഷ്ഠരാണെന്ന് തീരുമാനിക്കാനുള്ള സംഭവം നമ്മുടെ അടുത്തില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഉള്ളത് അള്ളാഹു തന്ന കഴിവാണ്. അതിനേക്കാൾ കൂടുതൽ അവർക്ക് അള്ളാഹു കൊടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അള്ളാഹുവിന്റെ മുൽക്ക് മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇബ്ലീസാണ് ആദമിന്റെ മുമ്പിൽ അല്ലെ അന ഖൈറും മിൻഹു എന്ന് പറഞ്ഞത്. ആദം അലൈഹിസ്ലാം അപ്പോഴും ആ പ്രത്യക്ഷത്തിൽ അല്ലെ ഇബ്ലീസിനേക്കാൾ അറിവ് പ്രകടിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ഇബ്ലീസ് ആ അഹങ്കാരം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അത്തരത്തില് അഹങ്കാരികളിൽ പെട്ടുപോകുന്നുണ്ട് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു ലെസൺ എന്ന് പറയുന്നത് അറിവും അതേപോലെ അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള അറിവും ആ കാര്യം ചെയ്യാനുള്ള കഴിവും അല്ലെ. അറിവും അതിന്റെ കൂടെ അതിനു വേണ്ട ശാരീരിക ക്ഷമത അല്ലെങ്കിൽ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കഴിവുകളാണോ അതൊക്കെ സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് അത് ശാരീരിക ക്ഷമതയാണ് ഇവിടെ എടുത്തു പറയുന്നില്ല. അപ്പം അതിനുള്ള കഴിവുള്ള ആളുകളാണ് അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുക. അവരായിരിക്കണം എന്ത് റെസ്പെക്റ്റും അല്ലെ ബഹുമാനവും ഒക്കെ ആ ഒരു കാര്യത്തിൽ അർഹിക്കുന്നവര്. അവര് ചെയ്യുന്ന വർക്ക് നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ നമ്മൾ വിചാരിക്കാൻ ഓക്കെ ഇന്ന ആൾക്ക് അയാളുടെ പ്രായം കൊണ്ട് അല്ലെങ്കിൽ അയാൾ ഇന്ന കുടുംബത്തിലായതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റസ് ഉള്ളത് കൊണ്ട് അയാൾ ചെയ്യണം ആ കാര്യം എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവും കഴിവും കൊടുത്ത ആളുകളാണ് കാര്യങ്ങൾ ചെയ്യുക. അവരെ നമ്മൾ സ്വീകരിക്കണം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇത് ഈ പറഞ്ഞതിന്റെ ബാക്കി തന്നെ. അള്ളാഹിന്റെ മുൽക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഫദ്ല് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന പോലെ അയാൾ ഡിസേർവിങ് അല്ല, ഇയാൾ അർഹിക്കുന്നില്ല എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹിന്റെ അല്ലെങ്കിൽ അവർക്ക് ആ കുഴപ്പമുണ്ട്, ഇവർക്ക് ഈ കുഴപ്പമുണ്ട്, അവർ അങ്ങനത്തെ ആൾക്കാരാണ്, ഇവർ ഇങ്ങനത്തെ ആൾക്കാരാണെന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അള്ളാഹ്ക്ക് അറിയാം നമ്മൾക്ക് പോലും അറിയാത്ത ഒരു കാര്യം ഇയാളുടെ ഉള്ളിലുണ്ട്, ഇയാൾക്ക് ആ ഒരു കഴിവുണ്ട് അല്ലെ. അപ്പം ഒരാളെയും അവന് അതിന് കൊള്ളൂല ഇതിന് കൊള്ളൂല എന്ന് പുച്ഛിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹ്ക്ക് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ആ ആൾക്ക് ആ കഴിവ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ തന്നെ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ ഒരു പക്ഷേ എന്നെ കൊണ്ടൊന്നിനും പറ്റൂല, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് ഇപ്പോഴും വിചാരിക്കുന്നവരുണ്ടാവും, വിചാരിച്ചിരുന്നവരുണ്ടായിരിക്കാം. സുബ്ഹാനല്ലാഹ് അല്ലെ, എനിക്കിത് ചെയ്യാൻ പറ്റൂല, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉള്ളിലും ഉണ്ടാവും ഒരുപാട് കഴിവുകൾ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കഴിവുകൾ നമുക്ക് പോലും അറിയാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പൊ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ അതായത് നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് പുറത്തിറങ്ങി അല്ലെങ്കിൽ അതിനുവേണ്ടി എക്സ്ട്രാ എഫേർട്ട് ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മാർഗം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുന്റെ ഗിഫ്റ്റ് ആണെന്ന് കരുതാ, ആക്സെപ്റ്റ് ചെയ്യാം. ആലോചിക്കട്ടെ, കുറച്ചു കാലം കഴിയട്ടെ, ഞാൻ അതിനായിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. കാരണം അത് നിങ്ങൾക്ക് അതിനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടു തന്നിട്ടുള്ളത്. അതുകൊണ്ട് മാറി നിൽക്കരുത്, മുമ്പോട്ട് വരാം, സ്വീകരിക്കുക, ചെയ്യാം. നമുക്ക് പോലും അറിയാത്ത നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ അള്ളാഹ്ക്ക് അറിയാം. ഓക്കെ, അപ്പം ആദ്യം മറ്റുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യാം.
അവർക്കത് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ റബ്ബിന്റെ അടുത്ത് ചോദിക്കുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ റബ്ബ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരും, അത് ആക്സെപ്റ്റ് ചെയ്യുക, അത് ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യം അല്ലെ, മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ഫിറഔന്റെ അടുത്ത് പോയാൻ പറഞ്ഞപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിന് പേടിയായിരുന്നു. കാരണം ഈജിപ്തില് ഒരു കൊലപാതകം കഴിഞ്ഞിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം പോകുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ തിരിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നമാവോ എന്നുള്ള ഒരു പേടിയുണ്ട്. അതിന് പുറമെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സംസാരത്തിൽ വിക്ക് ഉണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് എനിക്ക് പറ്റുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് അതുകൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാം ചെയ്യുന്ന ദുആ ആണ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി അല്ലെ. അള്ളാഹു എന്റെ ഹൃദയത്തിനെ നീ തുറക്ക് അല്ലെ, ഓപ്പൺ ആക്ക്, വിശാലമാക്കുക. വയസ്സിർലി അമ്രി, എന്റെ കാര്യം നീ എളുപ്പമാക്കുക. വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി, എന്റെ നാവിന്റെ കെട്ട് നീ അഴിക്ക്. യഫ്ഖഹു ഖൗലി, അതുകൊണ്ട് ആളുകൾക്ക് എന്റെ സംസാരം മനസ്സിലാക്കാൻ പറ്റട്ടെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് ചോദിക്കുന്നത്, നീ ഹാറൂനെ അവിടെ പ്രവാചകനായിട്ട് അയക്കുക. ഹാറൂൻ എന്നെക്കാളും നന്നായിട്ട് സംസാരിക്കും അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാറൂനെ അയച്ചെങ്കിൽ പോലും അള്ളാഹു അവിടെ ഫിറഔനിലേക്ക് പ്രവാചകനായിട്ട് അയച്ചത് മൂസ അലൈഹി ഇസ്ലാമിനെയാണ്. കാരണം മൂസാക്ക് ആ കഴിവുണ്ട് അല്ലെ. അള്ളാഹ് ചൂസ് ചെയ്തതാണ് മൂസാനെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ആ കഴിവുണ്ടെങ്കിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇനി അത് എത്തിച്ചിട്ടും എന്നെ കൊണ്ട് പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ അള്ളാന്റെ അടുത്ത് യാചിക്കുക. അള്ളാഹ് എനിക്കിത് പറ്റുന്നില്ല റബ്ബേ, നീ എന്നെ പഠിപ്പിച്ചു താ റബ്ബേ, എനിക്ക് ആ കഴിവ് താ റബ്ബേ, നീ അതിന്റെ ഹൈർ എനിക്ക് താ, അതിൽ എനിക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനുള്ള തൗഫീഖ് നീ താ റബ്ബേ എന്ന് റബ്ബിന്റെ അടുത്ത് ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അതേപോലെ അള്ളാഹ് തൗഫീഖ് കൊടുത്ത ആളുകളെ നിങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുക, അവരെ റിജക്ട് ചെയ്യല്ലേ. ഒരുപാട് ആളുകൾ അല്ലെ ദീനിന്റെ മാർഗത്തിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമുക്ക് പൊതുവെ നമുക്കൊക്കെ ഉള്ള ഒരു കുഴപ്പമാണ്, അവര് ചെയ്യുന്നത് തെറ്റ്, ഇവര് ചെയ്യുന്നത് തെറ്റ്, അവര് ചെയ്യുന്നത് മോശം, ഇവര് ചെയ്യുന്നത് മോശം. സുബ്ഹാനല്ലാഹ്. ആരും ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ച അല്ലാതെ ആവില്ല അത് ചെയ്യുന്നതിൽ. അല്ലെങ്കിൽ അത് അവരുടെ നിയ്യത്ത് അവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയും തമ്മിലുള്ളതാണ് അല്ലെ. അവർ അത്തരത്തിലുള്ള ഒരു എക്സ്പ്ലിസിറ്റ്ലി ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അവരെ സ്വീകരിക്കുക, കഴിയുന്നതും കുറ്റം പറയാതിരിക്കുക. അള്ളാഹു തെരഞ്ഞെടുത്തതാണ്, അള്ളാഹു കൊടുത്ത കഴിവാണ്, അള്ളാഹു കൊടുത്ത ഓപ്പർച്യൂണിറ്റിയാണ്. അത് അവരെടുത്തു, അവർ ചെയ്യുന്നു. നമ്മൾ പൊതുവെ കുറ്റം പറയാ, അത് ചെയ്യാതെ മാറി നിൽക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അതിനു വേണ്ടി നമ്മൾ പോകേണ്ട, അള്ളാഹ് തെരഞ്ഞെടുത്തതാണ്, അത് നമ്മൾ സ്വീകരിക്കുക. അതേപോലെ നമുക്ക് വേറൊരു ലെസൺ നമുക്ക് ഉൾക്കൊള്ളാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ദീനിനെ എന്തെങ്കിലും രീതിയിൽ നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, അള്ളാഹു നമ്മളെ തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ പണിക്ക്, അള്ളാഹുവിന്റെ ജോലിക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് നമ്മളെ തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്? അറിവ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അറിവ്, ഹിക്മത്ത്, പിന്നെ സ്ട്രെങ്ത് വേണം. നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ശരിക്കും ആവശ്യമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ശാരീരിക ക്ഷമതയും നമ്മൾ പരിപോഷിപ്പിക്കുക തന്നെ വേണം. പലപ്പോഴും ഞാൻ എന്നെ ഉൾപ്പെടെ പറയണം, നമ്മളുടെ വളരെ എന്താ പറയാ സില്ലിയാക്കി കളയുന്ന ഒരു കാര്യം നമ്മളുടെ ശരീരമാണ് അല്ലെ. പലപ്പോഴും നമ്മൾ ജീവിതത്തിന്റെ തിരക്കുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ നോക്കുന്ന തിരക്കുകളിൽ, ഈവൻ പഠനത്തിന്റെ തിരക്കുകളിലും ജോലിയുടെ തിരക്കുകളിലും ഒക്കെ പെടുമ്പോൾ നമ്മളെ പൊതുവെ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ശരീരം. സുബ്ഹാനല്ലാഹ് അല്ലെ. കുടുംബത്തിലെ എല്ലാവരുടെ ആരോഗ്യം നമ്മൾ നോക്കുന്നുണ്ടാവും, നമ്മളുടെ ആരോഗ്യം ചിലപ്പോൾ നോക്കുന്നുണ്ടാവില്ല അല്ലെ. നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ കഴിക്കേണ്ട ഏതൊക്കെ പോഷകങ്ങളാണോ നമ്മുടെ ശരീരത്തിന് ആവശ്യം അത് ആവശ്യമുള്ള രീതിയിൽ ഭക്ഷണം, അതിന് മാത്രം നമുക്ക് പലപ്പോഴും സമയം ഉണ്ടാവാറില്ല അല്ലെ. അതുമായി ബന്ധപ്പെട്ട നല്ല നല്ല ഹാബിറ്റ്സ്, നല്ല പ്രോപ്പർ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, എഴുന്നേൽക്കുക എന്നുള്ള ഹാബിറ്റ്, എക്സസൈസ് ചെയ്യുക, ഏറ്റവും കുറച്ചാണെങ്കിൽ പോലും അത് ചെയ്യുക എന്നുള്ള ഹാബിറ്റുകൾ. കാരണം ഞാൻ വീണ്ടും പറയാം, ഞാൻ ഉൾപ്പെടെ പലപ്പോഴും വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യമാണ്, പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ് അല്ലെ. അള്ളാഹുവിന്റെ ഇബാദത്താണ്. അള്ളാഹുവിന്റെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ആരായിട്ടാണ്? ഖലീഫമാരായിട്ടാണ്. അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്മുറക്കാരായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനുഷ്യന്മാരെ ഭൂമിയിൽ സൃഷ്ടിച്ചത് തന്നെ. അള്ളാഹുവിന്റെ ദീനിന്റെ പണിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ കൊള്ളുക അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ അതിനു വേണ്ടിയുള്ള ക്ഷമത, അറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള ശാരീരികമായിട്ടുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, നമ്മൾ ആ ഒരു റെഡിനെസിന്റെ ഭാഗം. റബ്ബേ, നിനക്ക് വേണ്ടി, നിന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും കാര്യം ഒരേപോലെ ആവില്ല, എല്ലാവരുടെ ആരോഗ്യം ഒരേപോലെ ആവില്ല, എല്ലാവരുടെ അറിവ് ഒരേപോലെ ആവില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് റബ്ബേ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിപ്പയർഡ്നെസ് ശരിക്കും അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്.
അപ്പൊ നമ്മള് ശരിക്കും എന്തെങ്കിലും ഒരു പണി നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഓ എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് ഉറങ്ങി തീർക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണി ചിലപ്പോൾ നമുക്ക് സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ നമ്മൾ ക്ഷീണമുള്ള ആൾക്കാർ, ഉറക്കമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫുൾ ടൈം അസുഖമുള്ള ആൾക്കാർ ഒക്കെ ആവുമ്പോൾ നമ്മളെ പണി ഇപ്പം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരിലൂടെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കുന്നത്. അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മളെ ഏൽപ്പിക്കുന്ന ആൾക്കാരും ഇവരുടെ അടുത്ത് ഇനി കൊടുത്തിട്ട് കാര്യമില്ല അല്ലെ, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ അതിനുള്ള അറിവില്ലാണ്ടാവാം, ഇവരുടെ അടുത്ത് ഇനി കൊടുത്തിട്ട് കാര്യമില്ല എന്നാവും. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹിന്റെ മാർഗത്തിൽ നമുക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തേ മതിയാവും. നമ്മൾ ഈ കഴിവുകളൊക്കെ ഗ്രാജുവലി ഒക്കെ സ്ഥിരമായിട്ട് ഇത്തിരി ആയിട്ടെങ്കിലും നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. അറിവും ശാരീരിക ക്ഷമതയും നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ അറിവ്, ഡിഫറെന്റ് സ്കിൽസ്. അത് അറിവെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ പഠിച്ചനെ ആകെ ഖുർആനും തജ്വീദും ഹദീസും മാത്രമേ ഉള്ളൂ അറിവെന്ന് നമ്മൾ പൊതുവെ, അത് നമ്മൾ വേറൊരു കുഴപ്പമാണ്. വേറെയുള്ള അറിവുകളൊക്കെ ഹറാമായ അറിവാന്നുള്ള പോലെ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരുപാട് അറിവുകൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത് അല്ലെ. നമ്മൾ ഈ ഒരു ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന സംഭവം പോലെ ഒരു പക്ഷെ 2020 മുമ്പ് നമുക്ക് അത് എത്രയോ കൊല്ലം മുമ്പുണ്ട്. ഗൂഗിൾ മീറ്റും ഗൂഗിൾ ഹാങ് ഔട്ടും ഒക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? 2020 ആവശ്യം വന്നപ്പോൾ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലുള്ള ഇവിടെ ഒരു പ്രസന്റേഷൻ ചെയ്യണമെങ്കിൽ, ഈ ഒരു പ്രസന്റേഷൻ നിങ്ങളെ മുമ്പിൽ കാണണമെങ്കിൽ അതിന് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. അതുപോലെ ഓരോ കാര്യങ്ങൾ, ഇതിന് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലാണ്. അപ്പം ഞാൻ അതെല്ലാം എല്ലാവരും പഠിക്കണം എന്നല്ല പറയുന്നത്. ഇങ്ങനത്തെ ഓരോ അറിവും ശരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ ആവശ്യമാണ്. അതുപോലെ ഭാഷ, ഞാൻ മുമ്പ് ഫാമിലി സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഭാഷയുടെ ഇനി അങ്ങോട്ടുള്ള ദീനിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നാളത്തെ ജനത ദാവ നടത്തണമെങ്കിൽ നമുക്ക് ആ ഭാഷയും ആവശ്യമാണ്. ഓക്കെ. അപ്പം അതുപോലെയുള്ള എല്ലാ സ്കില്ലുകളും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് പഠിക്കാനുണ്ട്, എപ്പോഴും പഠിക്കാനും അറിയാനും ഉണ്ട്. അതിന് കിട്ടുന്ന സാഹചര്യം ആരും ഒഴിവാക്കണ്ട. വായിക്കുന്നവരാണെങ്കിൽ കൂടുതൽ പുസ്തകങ്ങളും ഒക്കെ, ദീനിന്റെ മാർഗത്തിലുള്ള പുസ്തകങ്ങളും ഇനി അല്ലാത്ത നമ്മുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുന്ന ഹലാൽ ആയിട്ടുള്ള, നമ്മൾ റോങ് ആയിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുവരാത്ത അറിവുകളും നേടുക. ഓക്കെ. പക്ഷെ നമ്മൾ കൂടുതലും ഒരുപക്ഷെ നമ്മൾ ഈ അറിവ് നേടുന്നതിന്റെ ഭാഗമായിട്ട് കുറെ ന്യൂസ് വായിക്കുന്നുണ്ടാവും അല്ലെ, കുറെ കൊലപാതകങ്ങളും അതും ഇതും. അങ്ങനെയുള്ള സമയത്തൊന്നും അവിടെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന അറിവുകളും അതിന്റെ കൂടെ, അത് ഒരു ദിവസം 5-8 മണിക്കൂറൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. ദിവസം 5 മിനിറ്റ് മതിയാവും. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മെല്ലെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കഴിവ്, ആ സ്കില്ല് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. എപ്പോഴും നിയ്യത്ത് വെക്കുക, ഇത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അത് നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത നമ്മുടെ ചില കഴിവുകൾ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് നമുക്ക് തിരിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ പലരുടെയും വിചാരം, എന്റെ പഠനം അല്ലെ, ഐഹികമായ പഠനമൊക്കെ സ്കൂളോട് കൂടി അല്ലെങ്കിൽ കോളേജോട് കൂടി കഴിഞ്ഞു, ഇനി അങ്ങനത്തെ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ ദീനി മാർഗത്തില് ഖുർആൻ മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഹദീസ് മാത്രം പഠിച്ചാൽ മതി. അതിനേക്കാളും അപ്പുറത്ത് ഇനിയും കാര്യങ്ങൾ പഠിക്കാൻ കിടക്കുന്നുണ്ട്. നമുക്ക് അവസരം കിട്ടും, നമുക്ക് അത് കൂടുതൽ പ്രയോജനപ്രദമാണെന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ് അറിവ് നേടുക എന്നുള്ളത്. ഓക്കെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടമ്മമാരായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനും കുട്ടികളും മാത്രമേ ഉള്ളൂ അല്ലെ. വീടിന്റെ ഭംഗിയും കുട്ടികളും മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പം ഏറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഖുർആനും പഠിക്കും, തജ്വീദും പഠിക്കും. അത് തന്നെ, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിന്റെ മണ്ഡലങ്ങളെ വികസിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഓരോരുത്തരും അവനവന്റെ കഴിവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. ഓക്കെ. അപ്പൊ പഠിച്ചുകൊണ്ടേയിരിക്കുക. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പല പണ്ഡിതന്മാരും, നമ്മുടെ മുൻ ജനറേഷനിലുള്ള പല പണ്ഡിതന്മാരും അവര് ജയിലില് അവർക്ക് അന്നത്തെ കാലഘട്ടത്തിലെ പല പ്രശ്നങ്ങൾ കാരണം ജയിലിൽ അടക്കപ്പെട്ട സമയങ്ങളിൽ പോലും അവര് വായിക്കുകയും പഠിക്കുകയും എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതി തീർക്കുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട്. അവർ പലതിനെ കുറിച്ചും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ജയിലിലാകുമ്പോഴാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, അദ്ദേഹം ജയിലിലാക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, അദ്ദേഹം ജയിലിൽ കൂടെ പോവുക ചെയ്തത്. എന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. ജയിലിൽ പോയിട്ടേ, എങ്ങനെയാ ജയിലിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയിൽ എന്ന് പറഞ്ഞാൽ അവിടെ പോയ അടിപിടി കച്ചറ അല്ലെ, അതിനുള്ള സമയം. പക്ഷെ അവർ ആ സമയം കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അതും അവരൊന്നും ജീവിതത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നുമല്ല, പലതവണ ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അപ്പോഴും അവരൊക്കെ പഠിക്കുക. ഇത് അവസാനം വരെ. സുബ്ഹാനല്ലാഹ്. പല പണ്ഡിതന്മാരും അവരുടെ ഡെത്ത് ബെഡിൽ, അതായത് മരണക്കിടക്കയിൽ ഉള്ള സമയത്ത് പോലും അവരുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അവര് പറഞ്ഞു കൊടുക്കും, നമ്മളേക്ക് പഠിച്ചവന് മരിക്കാൻ നേരത്താണ് ഇത്
സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ മരിക്കാൻ പോണ വ്യക്തിക്ക് ഈ അറിവ് പുറത്തൊരാൾക്ക് കൊടുക്കാതെ മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനും പറ്റില്ല. ഈ ചോദിച്ചു വരുന്ന വ്യക്തിക്ക് ഈ അറിവ് കിട്ടാതെ അദ്ദേഹം മരിച്ചുപോയ പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടും എന്നുള്ള ബേജാറുകൊണ്ട് അവർക്കും അത് വിടാൻ പറ്റില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട കാര്യമാണ് അറിവ് അവരെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ സ്വയം ഇംപ്രൂവ് ചെയ്യുക, ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, അതിലേക്ക് നമ്മളെ കൊണ്ട് ഇത്രയും പറ്റുമോ അത്രയും ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ്, അറിവിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ശാരീരികക്ഷമതയും, അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആരോഗ്യം, മാനസികമായിട്ടുള്ള സ്ട്രെങ്ത് ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും ഇതൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാലും അവർ ഡോക്ടർ ആണെങ്കിലും അവരൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ എപ്പോഴും. കാരണം അവർ കൂടുതൽ അവരുടെ ആ ഒരു ഫീൽഡിൽ അവർ ജയിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ്. പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളും അതേപോലെ ഇപ്പം 2-ാം ജുസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 3-ാമത്തെ ജുസയിലേക്ക് കയറും അല്ലെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽ ഇംറാനിലേക്ക് കയറും. ഖുർആൻ പഠിച്ച് കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ ഹദീസ് പഠിക്കാൻ പോകണം അല്ലെ. അതുപോലെ നമുക്ക് വിശാലമാക്കാൻ വേണ്ടി പറ്റുന്നത് ഒക്കെ നമ്മൾ പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇതൊക്കെ വികസിപ്പിക്കുകയും വിശാലമാക്കുകയും ചെയ്യുമ്പോൾ നീയത്ത് മറന്നു പോകുന്ന ഒരു സംഭവമുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഓക്കെ. അപ്പം അത് നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മളും ചെയ്യാം. പിന്നെ ഇനി നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും പരമാവധി നമ്മൾ ഹമ്പിൾ ആയിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ. എനിക്ക് ഇനി അറിയൂല എന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും നമ്മളെ പഠിപ്പിക്കും. നമ്മൾ സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയും നമ്മൾ കൗതുകത്തോടു കൂടി അവരുടെ സംസാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും എന്തെങ്കിലും ഒരു പുതിയ ചിന്തയെങ്കിലും, എന്തെങ്കിലും ഒരു പുതിയ അറിവെങ്കിലും നമുക്ക് നേടാനുണ്ടാവും. അതൊരു ചെറിയ കുട്ടിയിൽ നിന്നാണെങ്കിൽ പോലും. കുട്ടികളിൽ നിന്നാണ് കൂടുതൽ പഠിക്കാനുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. പലപ്പോഴും ചിലരൊക്കെ ഇങ്ങനെ സംസാരം കേൾക്കുമ്പോൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും ഒക്കെ കാണാം. അത് എനിക്കിനി കൂടുതൽ അറിവൊന്നും നേടാനില്ല എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ സംസാരം ശ്രദ്ധിക്കാൻ പറ്റാതെയും അതിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റാണ്ടൊക്കെ ആവുന്നത്. അല്ലെങ്കിൽ അവരുടെ സംസാരം പലപ്പോഴും നമ്മുടെ ഡയറക്ഷനിൽ റൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ പോകുന്ന പോലെ, കാരണം ഞാൻ വിചാരിച്ച പോലെ പോകുമ്പോൾ എനിക്ക് പുതിയതായിട്ട് ഒരു അറിവും അവിടെ നിന്ന് നേടണ്ടല്ലോ. പക്ഷെ അവര് വിചാരിച്ച പോലെ നമ്മൾ പോയി അത് നമ്മൾ ക്ഷമയോടുകൂടി കേൾക്കുമ്പോൾ ചിലപ്പം അവരുടെ സംസാരങ്ങളിൽ നിന്നും, എത്ര നമ്മൾ അറിയില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ സംസാരങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പുതിയത് പഠിച്ചെടുക്കാനുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ വിശാലമായ ഹൃദയത്തോടു കൂടി അറിവിനെ കാണാൻ വേണ്ടിയിട്ട്, അതേപോലെ അത്രയും ഹമ്പിളായിട്ട് ഓക്കെ എനിക്ക് ഇനിയും പഠിക്കാനുണ്ടെന്നുള്ള ചിന്തയോടുകൂടി അറിവിനെ കാണാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് വഖുർ റബ്ബി സിദ്നി ഇൽമ അല്ലെ. അള്ളാഹു നീ അറിവ് വർദ്ധിപ്പിച്ചതാ. കാരണം ഈ അറിവെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ദുആ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടാവും. ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ദുആ ചെയ്യേണ്ടെന്ന് ഇല്ല അല്ലെ. എപ്പോഴും ചെയ്യേണ്ട ഒരു ദുആ ആണ് അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദുആ. സുബ്ഹാനല്ലാഹ്. അപ്പം ഏത് അറിവുള്ള വ്യക്തിയെക്കാളും കൂടുതൽ അറിവുള്ള ഒരാള് വേറെ ഉണ്ടാവും അല്ലെ. അതുപോലെ നമുക്ക് എത്ര ഒരാൾക്ക് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചാലും നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് അറിയുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുക, എക്സൽ ചെയ്തുകൊണ്ടേയിരിക്കുക, വിജയിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം അവരുടെ പ്രവാചകൻ അവരുടെ അടുത്ത് പറഞ്ഞു, കണ്ടോ ഏതാ ഈ താലൂത്ത് അവന്റെ അറിവും അവന്റെ ശാരീരിക ക്ഷമതയും കൊണ്ട് അള്ളാഹു അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനല്ല തെരഞ്ഞെടുത്തത് അല്ലെ, അള്ളയാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ അവനെ ലീഡറായിട്ട് സ്വീകരിച്ചേ മതിയാവും. പക്ഷെ ബനു ഇസ്രായേലിന്റെ കാര്യം നമുക്കറിയാം അല്ലെ. അവരൊരു കാര്യത്തിൽ ഭയങ്കര ഫേമസ് ആണ്. എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അപ്പം എന്ത് വേണം, അടയാളം വേണം അല്ലെ. ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഇത് ചെയ്യണം, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അത് കാണണം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പം അവർക്ക് ഇവിടെയും എന്താണ് ചില അടയാളങ്ങളൊക്കെ കാണണമായിരുന്നു. അപ്പൊ തുടർന്നുള്ള ആയത്തിൽ എന്താ പറയുന്നത് നോക്കാം. 248 قال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു, താലൂത്തിന്റെ രാജാധികാരത്തിനുള്ള തെളിവ് ആ പെട്ടി നിങ്ങളുടെ അടുത്ത് വന്നെത്തുക എന്നതാണ്. അതിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള മനഃശാന്തിയും മൂസയുടെയും ഹാറൂന്റെയും കുടുംബങ്ങൾ വിട്ടേച്ചു പോയ അവശിഷ്ടങ്ങളും ഉണ്ട്. മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിസ്സംശയം നിങ്ങൾക്ക് അതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. വഖാല പറഞ്ഞു, ലഹും അവരോട്, നബിയുഹും അവരുടെ പ്രവാചകൻ, ഇന്ന ആയ ദൃഷ്ടാന്തം മുൽക്കിഹി അദ്ദേഹത്തിന്റെ രാജത്വത്തിന്റെ, അൻ യഅതിയക്കും
നിങ്ങൾക്ക് വന്നു കിട്ടുക. ഹംസത്തായ തന്നെയാണ് റൂട്ട്. അത്താബൂത്ത്, ആ താബൂത്ത്, ഫീഹി അതിലുണ്ട്, സക്കീനത്തുൻ മനഃശാന്തി സമാധാനം, സീൻ കാഫ് നൂൻ, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള, വബഖിയ്യത്തുൻ ബ ഖാഫ് യ അവശിഷ്ടവും, മിമ്മ യാതൊന്നിൽ നിന്ന്, തറക്ക വിട്ടേച്ചു പോയ, ആലു മൂസ മൂസയുടെ ആൾക്കാർ, ആലു ഹാറൂൻ ഹാറൂന്റെ ആൾക്കാരും, തഹ്മിലുഹു അതിനെ വഹിക്കും, മീം ലാം, അൽ മലായിക മലക്കുകൾ, ഇന്ന നിശ്ചയമായും, ഫീ ദാലിക അതിൽ, ലആയതൻ ദൃഷ്ടാന്തം, ലക്കും നിങ്ങൾക്ക്, ഇൻ കുന്തും നിങ്ങൾ ആണെങ്കിൽ, മുഅ്മിനീൻ സത്യവിശ്വാസികൾ. തഫ്സീർ നോക്കാം. വഖാല ലഹും നബിയുഹും, അപ്പം അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇന്ന ആയത്ത് മുൽക്കിഹി നിശ്ചയമായും ദൃഷ്ടാന്തമുണ്ട്, എന്തിന്റെ, അവന്റെ രാജ്യത്വത്തിന്റെ, ആരുടെ, താലൂത്തിന്റെ. ഓക്കെ, അപ്പം താലൂത്ത് ശരിക്കും രാജാവാണ് എന്നുള്ളത്, കാരണം ഇവർക്കൊരു തൃപ്തിക്കുറവുണ്ടല്ലോ അല്ലെ. അപ്പം അള്ളാഹു തെരഞ്ഞെടുത്തതാന്ന് പറഞ്ഞു അവര് പ്രവാചകൻ. എന്നിട്ട് താലൂത്ത് രാജാവാണെന്നുള്ളതിന്റെ തെളിവ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തില്, അയ്യത്തിയക്കുമോ താബൂത്ത്, ആ താബൂത്ത് താബൂത്ത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് താലൂത്ത് രാജാവാണെന്നുള്ളതിന്റെ തെളിവുണ്ട്. കാരണം അവർക്ക് വലിയൊരു ഉറപ്പൊന്നുമില്ല അല്ലെ, ഇതെങ്ങനെ താലൂത്ത് രാജാവാകും. അവർ കുറച്ച് കാരണങ്ങളൊക്കെ നിരത്തിയിരുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ബനൂ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഫേവേഴ്സ് കൊടുത്ത ആൾക്കാർ, ഒരുപാട് ഫദ്ലുകൾ കൊടുത്ത ആൾക്കാരാണ് അല്ലെ. പക്ഷെ ഇവിടെ ഈ കാര്യത്തില് അള്ളാഹു അവരടുത്ത് നേരിട്ട് പറയുന്നില്ല ഇതാ താലൂത്ത് നിങ്ങളുടെ രാജാവാണെന്ന്. പകരം അവരുടെ പ്രവാചകനിലൂടെ, അല്ലെങ്കിൽ അവർ ഏത് പ്രവാചകന്റെ അടുത്താണ് ഞങ്ങൾക്ക് രാജാവിനെ വേണം എന്ന് പറഞ്ഞത്, അവരിലൂടെ അറിയിക്കുകയാണ് ചെയ്തത് അല്ലെ, ഇതാ താലൂത്ത് നിങ്ങളുടെ രാജാവാണെന്ന്. പക്ഷെ അവരുടെ ഒരു സ്വഭാവത്തിന് അവരിത്ര കൺവിൻസ്ഡ് അല്ല, അങ്ങനെ ശരിയാവാന്നൊക്കെ അവർ ചോദിച്ചു. അപ്പം അവരോടത്ത് അവരുടെ പ്രവാചകൻ പറയാണ്, ഇതാ അള്ളാഹ് നിങ്ങളടുത്ത് നേരിട്ട് പറയാനൊന്നും പോണില്ല, സ്വപ്നത്തിൽ വന്ന് കാണിക്കാനും താലൂത്താണ് നിങ്ങളുടെ രാജാവ് എന്നൊന്നും പറയാനൊന്നും പോണില്ല. പക്ഷെ അള്ളാഹു നിങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരും, എന്ത്, താലൂത്ത് രാജാവാണെന്ന്. അപ്പം ഇന്ന ആയത്ത് മുൽക്കിഹി നിശ്ചയമായും അവന്റെ രാജത്വത്തിനുള്ള തെളിവ് ഉണ്ട്. ഓക്കെ, താലൂത്താണ് ശരിക്കും ഈ രാജാവ്, അല്ലെങ്കിൽ ഈ പൊസിഷൻ അർഹൻ, അല്ലെങ്കിൽ താലൂത്തിന്റെ അണ്ടറിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യും, നിങ്ങൾ സക്സസ്ഫുൾ ആവും എന്നുള്ളതിന് ഒരു തെളിവുണ്ട്. എന്താ തെളിവ്, അയ്യത്തിയക്കും താബൂത്ത് നിങ്ങളിലേക്ക് താബൂത്ത് വരിക എന്നുള്ളത്. താബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തരം ബോക്സ്. ഓക്കെ, ഒരു എന്താ പറയാ, ഒന്നെങ്കിൽ മരം കൊണ്ട് അല്ലെങ്കിൽ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോക്സ്. നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണാറുണ്ട്, ഈ ജ്വല്ലറി ബോക്സ് ഉണ്ടാവുമല്ലോ അല്ലെ, മരത്തിന്റെ ആ ഒരു പഴയ ഒരു സ്റ്റൈലില്, ട്രഡീഷണൽ സ്റ്റൈലുള്ള ഒരു മൂടിയൊക്കെ അതിനൊരു ലോക്കൊക്കെ ആയിട്ടുള്ള ബോക്സസ് കാണാറുണ്ട്. അപ്പം അതുപോലെയുള്ള ഒരു ബോക്സിനാണ് താബൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ താബൂത്ത് നിങ്ങളിലേക്ക് വരും. ഓക്കെ, അപ്പൊ താബൂത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പാവും എന്താണ്, താലൂത്താണ് രാജാവെന്ന്. അപ്പം അടയാളമായിട്ട് ഇതെന്തിനാ ഈ താബൂത്ത് കൊണ്ടുവരുന്നത്, എന്തുകൊണ്ട്, വേറെ ഒന്നും ഇല്ല അല്ലെ. ഒരു സൂര്യഗ്രഹണോ ചന്ദ്രഗ്രഹണോ അല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം മാറലോ അല്ലെ, അതുപോലത്തെ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി അല്ലെ, ചന്ദ്രനെ പിളർക്കലോ അതുപോലെ എന്തെങ്കിലും ആകായിരുന്നല്ലോ. എന്തിനാണ് ഈ താബൂത്ത് വന്നത്? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും, അതില് എന്തുണ്ട്, താബൂത്തില് സക്കീനയുണ്ട്, സമാധാനം അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ ഒരു കാംനെസ്, ട്രാങ്ക്വിലിറ്റി, പീസ് എന്ന് പറയുന്നത്, ഒരു ഉറപ്പ്, സമാധാനമുണ്ട് എന്തില്, താബൂത്ത്. മാത്രമല്ല താബൂത്ത് എന്താണ്, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സമാധാനമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതിന്റെ അർത്ഥം എന്താ, സമാധാനത്തിന് ഒരു പെട്ടിന്റെ രൂപത്തിലായിട്ട് തൊട്ടു നോക്കാൻ പറ്റുന്ന സ്റ്റൈല് താബൂത്ത് പെട്ടിനകത്ത് കൊടുത്തയച്ചു എന്നല്ല. ഓക്കെ, അപ്പം എന്താണ് താബൂത്തിനകത്ത് സമാധാനമുണ്ട് എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പം ഇവിടെ സമാധാനത്തിന്റെ ഒരു സോഴ്സ്, ഒരു ഉറവിടമാണ് താബൂത്ത് എന്നാണ് പറയുന്നത്. കാരണം ഇവര് ശരിക്കും ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാണ് അല്ലെ, അതും വലിയൊരു സൈന്യത്തിനെയാണ് ഓപ്പോസിറ്റ് അവര് ഫേസ് ചെയ്യാൻ പോണത്. ഇവർക്കാണെങ്കിൽ ഇവരുടെ നേതാവായിട്ട് കിട്ടിയ താലൂത്തിന്റെ കാര്യത്തിൽ വലിയൊരു ഇത് ശരിയാവോ എന്നുള്ള ഒരു ചിന്തയുണ്ട് അല്ലെ, ഒരു കംഫർട്ടബിൾ അല്ല, കൺവിൻസ്ഡ് അല്ല അവര്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത്രയും വലിയൊരു ടാസ്ക് അവര് തീരെ ഒരു ഉറപ്പില്ലാത്ത, ഇവനാണോ രാജാവ് എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ കൂടെ അവര് ഇറങ്ങി പുറപ്പെടുമ്പോ അല്ലെ, അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു ശക്തി അല്ലെ, ഒരു സമാധാനക്കേട്, ഇത് നടക്കുമോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും അല്ലെ. ഒരു ഉദാഹരണത്തിന് നമ്മളൊരു എന്താ പറയാ,
ഒരു മൗണ്ടൻ ഡ്രൈവ് പോലെ, ഒരു കുറച്ച് കുന്നു പോലെയുള്ള ഒരു സ്ഥലത്തിലൂടെ ഒരു ഡ്രൈവിന് പോവാന്ന് വെച്ചു. ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ ചെറിയ അനിയത്തി കുട്ടിയാണ്. അവളാണെങ്കിൽ 2 ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പൊട്ടിയിട്ട് 3ാമത്തതിനെ കഷ്ടിച്ച് പാസ്സായതാണ്. മാത്രമല്ല മൂപ്പരെ കയ്യിൽ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര് തോന്നിയ പോലെ വണ്ടി ഓടിക്കുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒന്നാമത് ആൾക്കാരുള്ള കഴിവില്ല, രണ്ടാമത്തത് അതിഭയങ്കരമായ അപകടം പിടിച്ചൊരു ടാസ്ക് ആണ് ചെയ്യാൻ പോണത്. നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവോ? റബ്ബേ, ആകെ കൂടെ ഇടങ്ങേറായിരിക്കും അല്ലെ, ഇതിപ്പോ എന്താവും കഥ. സുബ്ഹാനല്ലാഹ്. ആകെ കൂടെ സമാധാനമായിരിക്കും. പക്ഷെ നമുക്ക് സമാധാനം കിട്ടും എന്ത്? സമാധാനം, സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എയർ ബാഗ് ഉണ്ടല്ലോ അല്ലെ. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മരിക്കാതെ രക്ഷപ്പെടുമല്ലോ അല്ലെ. അങ്ങനെ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനം ഉണ്ട്, ഒരു അഷ്വറൻസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഓക്കെ ആയിരിക്കും അല്ലെ, ഇൻഷാ അല്ലാഹ്. അതുപോലെ നമുക്ക് മനസ്സിന് എന്തെങ്കിലും സമാധാനക്കേട് വരുമ്പോൾ ഖുർആൻ എടുത്തിട്ട് അല്ലെ, അതിനകത്ത് 2 പേജ് ഓതുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. അല്ലെങ്കിൽ ഒരു ദിക്റോ ദ്വായോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പീസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇൻഷാ അല്ലാഹ് അള്ളാഹ് നോക്കിക്കോളും അല്ലെ. അപ്പം അതേപോലെ അവരുടെ സമാധാനത്തിന്റെ ഒരു ഉറവിടമാണ് ഈ താബൂത്ത്. താബൂത്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇത് അള്ളാഹ് അയച്ച രാജാവാണ്, അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ സഹായം അവിടെ ഉണ്ടാവുന്ന ആ രീതിയിലുള്ള ഒരു സമാധാനം ഇതിന് കൊടുക്കാൻ പറ്റും. ഇത് അള്ളാഹിന്റെ തീരുമാനമാണ്, അള്ളാഹ് തെരഞ്ഞെടുത്തതാണ്, അപ്പൊ വിൽ ബി ഫൈൻ അല്ലെ, നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു സമാധാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് താബൂത്തിന്റെ അകത്ത് സമാധാനത്തിനെ പാക്ക് ചെയ്ത് അയച്ചു എന്നല്ല. ഓക്കെ, ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും. മാത്രമല്ല ഈ താബൂത്തിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ടത്, വബഖിയ്യത്തുൻ. അതായത് ബഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അവശിഷ്ടം, അവശേഷിപ്പ്, ഒക്കെ ശേഷിപ്പ്, ആരെങ്കിലും ഒരാൾ ഉപേക്ഷിച്ച് പോയതിന്റെ ബാക്കി എന്നൊക്കെ അർത്ഥം. അപ്പോ ഇതിനകത്ത് ബഖിയ്യത്തും ഉണ്ട്. എന്തിന്റെ ബഖിയ്യാണ്? മിമ്മ, യാതൊന്ന്, തറക്ക, ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വിട്ടേച്ചു പോയത്. ആര് തറക്ക് ചെയ്തതാണ്? ആര് ഉപേക്ഷിച്ചതാണ്? ആലു മൂസ, മൂസയുടെ കുടുംബം, ആലു ഹാറൂൻ, ഹാറൂന്റെ കുടുംബവും. അപ്പം മൂസയുടെ ആൾക്കാരും ഹാറൂന്റെ ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവരാരാണ്? ബനു ഇസ്രായേൽ തന്നെയാണ് അല്ലെ. കാരണം ബനു ഇസ്രായേലിൽ പെട്ടതാണ് മൂസയും ഹാറൂനും. അപ്പൊ മൂസയുടെയും ഹാറൂന്റെയും ആൽ എന്ന് പറയുമ്പോൾ അവരുടെ സന്തതി പരമ്പരകൾ. നമ്മൾ ഈ പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെ നടന്നത് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്തിന് ശേഷമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം മൂസ അലൈഹി ഇസ്ലാമിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജനറേഷൻ ആയിക്കൊള്ളുന്നില്ല, അവർക്ക് ശേഷം പല തലമുറകൾ കൈമാറി വന്ന അല്ലെ, അല്ലെങ്കിൽ അവരുടെ പല ജനറേഷന്റെ ഇപ്പുറത്ത്. അപ്പം മൂസയുടെയും ഹാറൂന്റെയും സന്തതി പരമ്പരകൾ, അല്ലെങ്കിൽ അവര് വിട്ടേച്ചു പോയ പല ജനറേഷൻസ് കഴിഞ്ഞിട്ട് അവര് വിട്ടേച്ചു പോയ എന്തോ ബാക്കി അതിനകത്തുണ്ട്. ഇനി സാധാരണഗതിയിൽ ഒരാൾ മരിക്കുമ്പം അയാളുടെ കുടുംബത്തിന് വേണ്ടി ഉപേക്ഷിച്ചു പോണ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അയാൾ ഉപയോഗിച്ച സാധനങ്ങൾ അല്ലെ, അവളുടെ വസ്ത്രങ്ങൾ, ഷൂസ്, ഇനി അയാളുടെ സമ്പത്ത് സ്വാഭാവികമായിട്ടും ഷെയർ ചെയ്ത് എടുക്കും. അപ്പം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവര് വിട്ടേച്ചു പോകും. അതാണല്ലോ അവരുടെ ബഖിയ്യ എന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രവാചകനാണ് മരിക്കുന്നതെങ്കിൽ അവരെന്താ വിട്ടേച്ചു പോവാ? അവര് സമ്പത്ത് വിട്ടേച്ചു പോകും. ഇൻ കേസ് അവരെന്തെങ്കിലും സമ്പത്ത് വിട്ടേച്ചു പോയാലും അത് ചാരിറ്റി ആയിട്ട് ആളുകളുടെ ഇടയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നാണ്. അപ്പൊ നമ്മളൊരു ഹദീസിനകത്ത് തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ, പ്രവാചകന്മാര് അവര് ദിർഹമോ ദിനാറോ ഒന്നും ബാക്കിയാക്കുന്നില്ല, പകരം അവരെന്താ ബാക്കി വെച്ച് പോണത്? ഇൽമാണ് അല്ലെ. നബിമാര് അവര് മരിക്കുമ്പം അവരുടെ അനന്തരാവകാശം എന്ന് പറയുന്നത് എന്താണ്? ഇൽമാണ്. അപ്പം ഇവിടെ ഈ ബഖിയ്യ എന്ന് പറയുന്ന കാര്യം ചില പണ്ഡിതന്മാര് മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെയും എന്താണ്, മൂസ അലൈഹി ഇസ്ലാമിന്റെ വടി, ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ ഷൂസ്, അല്ലെങ്കിൽ അവരുടെ തലപ്പാവ്, അങ്ങനെ പലതുമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അതിന് തെളിവുകളൊന്നുമില്ല. പക്ഷെ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം അല്ലെ ഹദീസ് പ്രകാരമുള്ള എക്സ്പ്ലനേഷനിൽ നമുക്കറിയാം പ്രവാചകന്മാര് അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊന്നും ഉപേക്ഷിച്ച് പോകുന്നില്ല, പകരം അവരെന്താണ്? ഇൽമാണ് ഉപേക്ഷിച്ച് പോകുന്നത് അല്ലെ. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും സംബന്ധിച്ച് അവരുടെ ഇൽമ എന്ന് പറയുന്നത് എന്തായിരുന്നു? തൗറാത്തായിരുന്നു അല്ലെ. തൗറാത്തും അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള മതപരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പം എന്ത് എന്ന് അവര് തൗറാത്തിലൂടെ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് അവർ ബനു ഇസ്രായേലിനെ പഠിപ്പിച്ചു. അതൊക്കെയാണ് ഇവരുടെ ബഖിയ്യ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം തൗറാത്തിനെ ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഫിസിക്കൽ ഫോമിലാണ് അവർക്ക് കൊടുത്തത് അല്ലെ, ടാബ്ലറ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഫലകത്തിന്റെ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം താബൂത്തില് എന്തുണ്ടെന്നാ പറയുന്നത്? മൂസ അലൈഹി ഇസ്ലാമും ഹാറൂനും ഉപേക്ഷിച്ചു പോയ അവരുടെ ബഖിയ്യകൾ, അതായത് ബേസിക്കലി തൗറാത്തും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഉണ്ടെന്നാണ് ഒരു അഭിപ്രായം.
ഏതോ രീതിയിലുള്ള അവരുടെ അറിവുകളാണ് തൗറാത്തിന്റെ ചില അവശിഷ്ടങ്ങൾ. മാത്രമല്ല അള്ളാഹു പറയാണ് താബൂത്തിന്റെ കാര്യത്തില് തഹ്മിലുൽ മലായിക, അത് മലക്കുകള് തഹ്മിൽ എന്ന് പറഞ്ഞാൽ ക്യാരി ചെയ്യുക, അവര് വഹിച്ചുകൊണ്ട് വരികയാണ്. ഓക്കെ, അപ്പൊ താബൂത്ത് വരുന്നതാണ്, താലൂത്താണ് നിങ്ങളുടെ രാജാവാണെന്നുള്ളതിനുള്ള തെളിവ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പം താബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് ആണ് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ ബോക്സ് ഇങ്ങനെ ഒറ്റക്ക് നടന്നു വരൂലല്ലോ അല്ലെ, ആരെങ്കിലും കൊണ്ടുവരണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആര് കൊണ്ടുവരുന്ന പറയുന്നത്? മലക്കുകള് കൊണ്ടുവരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ഈ താബൂത്ത് എന്ന് പറയുമ്പോൾ ആ ബോക്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ പല പണ്ഡിതന്മാരും പല രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞത് ബനു ഇസ്രായേലിന്റെ കയ്യില് ഈ താബൂത്ത് അവരുടെ പൊസിഷനിൽ ഉണ്ടായിരുന്നതാണ് മുമ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് സുബ്ഹാനല്ലാഹ് ഇപ്പം കഅബ കാണുമ്പോൾ അല്ലെ നമുക്ക് മനസ്സിനൊരു സമാധാനവും ഒരു സന്തോഷവും ഒക്കെ കിട്ടാനുണ്ട്. അതേപോലെ ഖുർആൻ മുസ്ഹഫ് എടുത്ത് ഓതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം സന്തോഷവും ഒക്കെയുണ്ട്. ഇതേപോലെ ബനു ഇസ്രായേലിന്റെ കയ്യില് ഉണ്ടായിരുന്ന അവരുടെ തൗറ വെച്ചിട്ട് അടക്കം ചെയ്തിട്ട് അവര് താബൂത്ത് എന്ന് പറഞ്ഞ ഒരു ബോക്സിനകത്ത് വെച്ചിരുന്നത് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് കാണുമ്പം അവർക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ ആയിരുന്നു. അപ്പം താബൂത്തിനെ തൗറാത്തിന്റെ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ തൗറാത്ത് വെച്ചിരുന്ന ഒരു ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഓരോ പ്രാവശ്യവും അവർക്ക് അത് കാണുമ്പം ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പം ഈ ഒരു സംഭവത്തിന് മുമ്പ്, അതായത് താലൂത്ത് രാജാവായി വരുന്നതിന് മുമ്പ് നമുക്കറിയാം അവരെ കുറെ ശത്രുക്കൾ ഉപദ്രവിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെ നാട് കടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഇവർക്ക് ഈ താബൂത്തും നഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ, അതായത് അവര് താലൂത്ത് അല്ലെങ്കിൽ തൗറാത്ത് വെച്ചിരുന്ന ബോക്സ് ആണ് താബൂത്ത്. അത് അവർക്ക് നമുക്കിപ്പോ എങ്ങനെ കഅബ കാണുമ്പോ ഖുർആൻ കാണുമ്പോ സമാധാനം ഉണ്ടാവുമായിരുന്നു, അതേപോലെ ആയിരുന്നു അവർക്ക് താബൂത്ത്. പക്ഷെ അവരിലേക്ക് പല പ്രശ്നങ്ങളും യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ശത്രുക്കളുടെ ഇടയിൽ പലതും നഷ്ടപ്പെട്ടതിന്റെ കൂടെ അവർക്ക് ഈ താബൂത്തും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം ഈ ഒരു സംഭവം വന്നപ്പം ഓക്കെ, താലൂത്തിനെ രാജാവായി കൊണ്ടുവന്നപ്പം അവരുടെ പ്രവാചകൻ അവരുടെ അടുത്ത് പറയാണ്, നോക്ക് താലൂത്താണ് യഥാർത്ഥ രാജാവ്, ഈ താലൂത്തിന്റെ അള്ളാഹു തീരുമാനിച്ച രാജാവാണ്, താലൂത്തിന്റെ കീഴിൽ നിങ്ങൾ വിജയം വരിക്കാൻ പോവാണ്. അപ്പം അവനെ അള്ളാഹു തെരഞ്ഞെടുത്തതാണ് എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട താബൂത്ത് ഇതാ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോവാണ്. എങ്ങനെയാ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക? മലായിക്കത്ത് നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തരും. തഹ്മിലുൽ മലായിക്ക, അങ്ങനെ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് ആവശ്യത്തിനുള്ള തെളിവായി അല്ലെ. അതാണ് ഒരു അഭിപ്രായം. ഇനി വേറൊരു അഭിപ്രായത്തില് ബനു ഇസ്രായേല് അവര് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാൻ പോവാണ് അല്ലെ. അപ്പം യുദ്ധത്തിന് ഇറങ്ങാൻ പോകുമ്പം മലായിക്കത്ത് അത് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. കാരണം അവര് യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ പോലും അവർക്ക് ഈ താലൂത്തിന്റെ കാര്യത്തില് നിങ്ങൾക്ക് ഈ വാക്കുകൾ കൺഫ്യൂഷൻ ആയി പോലെ കേട്ടോ. താലൂത്തും താബൂത്തും, താലൂത്ത് രാജാവ്, താബൂത്ത് ഈ ബോക്സിന് പറയുന്ന പേരാണ്. അപ്പം ഈ താലൂത്തിന്റെ കൂടെ പോണ കാര്യത്തിൽ ഇവർക്ക് വലിയൊരു കംഫർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. ഇവനാണോ രാജാവ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം അവരെടുത്ത് അവരുടെ പ്രവാചകൻ പറയാണ്, ഇതാ നോക്ക് താബൂത്ത് വരികയാണ്, അള്ളാഹു മലക്കുകളുടെ അടുത്ത് കൊടുത്തയക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അള്ളാഹ് തെരഞ്ഞെടുത്ത രാജാവാണ് അല്ലെ, നിങ്ങൾക്ക് സമാധാനമായിട്ട് പോയിട്ട് ഇത് ചെയ്യാം. ഇതിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. ഓക്കെ, ഇത് അള്ളാഹ് തെരഞ്ഞെടുത്താണ്, ഓക്കെയാണ്, ഇവനെ സ്വീകരിക്കണം. അതുവരെ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ കണ്ടു അല്ലെ. മാത്രമല്ല ഈ താബൂത്തിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഇൽമുകളും കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും ഒക്കെ അതും ഉണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, മലായിക്കത്ത് ഈ താബൂത്തുമായിട്ട് ഇറങ്ങി വരുമ്പോ ഓക്കെ ആകാശത്തിനും ഭൂമിയിലും ഇടയ്ക്ക് വന്നിട്ട് അത് താലൂത്തിന്റെ മുമ്പിൽ ആളുകൾ കാണെ അത് താലൂത്തിന്റെ മുമ്പിൽ വെക്കണ്ടായി. അങ്ങനെ താബൂത്ത് താലൂത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പം ആളുകൾക്ക് ഉറപ്പായി, ഓക്കെ ഇതാണ് രാജാവ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ വിചാരിക്കണ്ടോ ഇതിങ്ങനെ ആൾക്കാർ കാണെ മലക്കുകള് ബോക്സ് കൊണ്ട് താലൂത്തിന്റെ മുമ്പിൽ വരെ, അതൊക്കെ ഇങ്ങനെ നടക്കുക അല്ലെ, അതൊക്കെ ഒരു സ്റ്റോറി പോലെ തോന്നുന്നില്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ, ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ സ്പെഷ്യൽ ആയിട്ട് തെരഞ്ഞെടുത്ത ഒരു നേഷനാണ് അല്ലെ, ഒരു ജനതയാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അള്ളാഹ്ക്ക് അവരെ മേലെ മന്നയും സെൽവയും ഇറക്കാൻ പറ്റുമെങ്കിൽ താബൂത്ത് മലായിക്കത്തിന്റെ അടുത്ത് കൊടുത്തേക്കാന്നുള്ളത് അള്ളാഹ്ക്ക് ഒരു പ്രയാസമുള്ള കാര്യമല്ല അല്ലെ.
അതേപോലെ അവര് ആ ഒരു താഴ്വരയിൽ നടക്കുന്ന സമയത്ത് അവർക്ക് മേഘത്തിന് തണലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് താബൂത്തിനെ അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് മലായിക്കത്തിന്റെ കയ്യിൽ കൊടുത്തേക്കാന്നുള്ളത് അള്ളാഹ്ക്കൊരു പ്രയാസമുള്ള കാര്യമല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ബനൂ ഇസ്രായേലിന്റെ മറ്റെല്ലാ കാര്യങ്ങളും പോലെ ഒരു സ്പെഷ്യൽ ഫേവറും കൂടിയായിരുന്നു ഈ താബൂത്തിനെ കൊടുത്തയച്ചത്. അപ്പം അവര് ഓക്കെ, അപ്പൊ താലൂത്ത് നമ്മളെ രാജാവാണെന്ന് അവർക്ക് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എപ്പോഴും ഇതുപോലെയുള്ള തെളിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിൽ, ലആയതൻ, എന്താണ്, നിശ്ചയമായിട്ടും തെളിവുണ്ട്, ലക്കും, നിങ്ങൾക്ക്. എന്തിന്? താലൂത്തിന്റെ രാജാധികാരത്തിന്. സുബ്ഹാനല്ലാഹ്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആവശ്യത്തിനുള്ള തെളിവുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് തെളിവാണ് വേണ്ടത്? താലൂത്തിന്റെ രാജാധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കാരുണ്യം ഒന്ന് നോക്കിയേ ഇവിടെ, അല്ലെ? അള്ളാഹ്ക്ക് ശരിക്കും ഈ ഒരു മിറാക്കിള് കാണിക്കേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല, അല്ലേ? അള്ളാഹ് പറയണത് ഇതാ താലൂത്താണ് നിങ്ങളുടെ രാജാവ്. അതായത് അവരുടെ പ്രവാചകൻ അവരുടെ അടുത്ത് പറയണത് ഇതാ താലൂത്ത് അള്ളാഹ് നിങ്ങൾക്ക് അയച്ച രാജാവാണ്. അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് അള്ളാഹ് ഇത് തെളിവായിട്ട് അവർക്ക് അയച്ചു കൊടുത്തത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാരുണ്യം നമ്മളെ അടുത്തും കാണിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കാൻ പ്രയാസമാണെങ്കിൽ, അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മളെ മേലെ അത് ഇമ്പോസ് ചെയ്തിട്ട് നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോവല്ല ചെയ്യുന്നത്, അല്ലെ? അല്ലാഹ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പലപ്പോഴും നമ്മൾക്ക് പല കാര്യങ്ങളും പല മാറ്റങ്ങളും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഏതെങ്കിലും ഒരു ആയത്ത് കേൾക്കുമ്പോൾ മാറണം എന്ന് വിചാരിച്ചു നമുക്ക് മാറാൻ പറ്റുന്നുണ്ടാവില്ല. മാറാൻ പറ്റാത്തതിന് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വ്യക്തിയും വെരി സ്ട്രോങ് ഇൻഡിവിജ്വൽ ആണ്. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വേറെയാണ്. ചിലപ്പം ഒരായത്ത് ഇഫക്ട് ചെയ്ത് ഒരു രീതിയിൽ ഒരാളെ ഇഫക്ട് ചെയ്തെന്ന് വെച്ചിട്ട് മറ്റേ ആളെ അതേപോലെ ഇഫക്ട് ചെയ്തോണമെന്നില്ല. ആ ആയത്ത് കേട്ട് ചിലപ്പോൾ ഇയാൾക്ക് മാറാൻ പറ്റിക്കൊള്ളുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതറിയാം. അള്ളാഹു ഇതേ കാര്യം വേറൊരു ആയത്തിൽ വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും അന്ന് ഹിറ്റ് ചെയ്യാത്ത കാര്യം അന്ന് ഹിറ്റ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോഴായിരിക്കും മാറാൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലതരം കൽപ്പനകൾ തന്നിട്ടുണ്ട്, അല്ലെ? അള്ളാഹ്ക്ക് ഒരു എക്സ്പ്ലനേഷനും ഇല്ലാണ്ട് നിങ്ങൾ ഇത് ചെയ്യുക അത് ചെയ്യുന്ന പറഞ്ഞിട്ട് 100 കൽപ്പനകൾ എന്ന് പറഞ്ഞിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പറഞ്ഞ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അള്ളാഹ് അങ്ങനെയാണോ നമുക്ക് കൽപ്പനകൾ ഖുർആനിൽ തന്നിട്ടുള്ളത്? പല സ്ഥലങ്ങളല്ലേ, ദാലിക അസ്കാലക്കും വഅത്ഹർ, നിങ്ങൾക്ക് ഇതാണ് ബെറ്റർ, ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്യുവർ ആയിട്ടുള്ളത്, ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ ഹൈർ ആയിട്ടുള്ളത്, അല്ലെ? അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ പിന്നിലുള്ള ഹിക്മത്തുകൾ പറഞ്ഞുകൊണ്ട്, സുബ്ഹാനല്ലാഹ്, അതിന്റെ പിന്നിലുള്ള പ്രയോജനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൽപ്പനകളൊക്കെ തന്നിട്ടുള്ളത്. ഇപ്പം നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ചിന്തിച്ചേക്കാം, ഇതെന്തൊരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശന്നിരിക്കുക, ഇങ്ങനെ അള്ളാഹ് അങ്ങനെ പറയാ, അതെന്തൊരു പ്രയാസ. പക്ഷെ അള്ളാഹ് എങ്ങനെയാ പറഞ്ഞത്? ലഅല്ലകും തഖ്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുള്ളവരാവാം, അല്ലെ? പല സ്ഥലങ്ങളിലും അള്ളാഹു ലഅല്ലകും തുഫ്ലിഹൂൻ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശരിക്കും പരമാവധി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മളെ മേലെ ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. നമ്മളാണ് കുറച്ചും കൂടെ അത് പല കാര്യങ്ങളും മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ മനസ്സിലാക്കിക്കൊണ്ടെന്ന് വാശി പിടിക്കുന്നത്. അള്ളാഹു അവരോട് പിന്നെ വീണ്ടും 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 ക്ഷമയോടുകൂടി പല സാഹചര്യങ്ങൾ പല രീതിയിൽ പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ തന്നെ പല സാഹചര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ നമ്മളെ മക്കൾക്കാണെങ്കിൽ ഇന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നാളെ അതിനെ ആക്സെപ്റ്റ് ചെയ്തോളണം. അള്ളാഹ് ഇതേ കാര്യം ഖുർആനിൽ ഒരു 15 സ്ഥലത്ത് 15 രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അത് 15 തരത്തിലുള്ള വ്യക്തിത്വങ്ങൾക്ക് 15 സാഹചര്യങ്ങളിൽ മനസ്സിലാക്കാനായിരിക്കും. പക്ഷെ നമുക്ക് ഭയങ്കര നിർബന്ധമാണ് പറഞ്ഞ അപ്പൊ തന്നെ അത് അതേപോലെ അങ്ങോട്ട് അവരനുസരിച്ചോളണം, അല്ലെ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനസ്സിലാക്കി തന്നു. നമുക്ക് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇഷ്ടത്തോടു കൂടി കോൺഫിഡൻസോട് കൂടി എളുപ്പത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് തെളിവുകളോട് കൂടിയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം? ഇതേപോലെ, അല്ലെ? അതിന്റെ പിന്നിലൊരു റീസൺ ഉണ്ടെങ്കിൽ, അതിന്റെ പിന്നിലൊരു ഹിക്മത്ത് ഉണ്ടെങ്കിൽ
അതോടുകൂടി നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ്. ഓക്കെ, നമുക്കെല്ലാം ഒന്നും അറിഞ്ഞോളണമെന്നില്ല, അതുപോലെ എല്ലാം നമുക്ക് പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമുക്ക് കഴിയുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം അറിയാൻ ശ്രമിക്കുന്നു അത്രത്തോളമാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. നമ്മൾ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അറിയാത്തതും, അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതും, പറഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തതും. ഓക്കെ, നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇപ്പുറത്തെ സൈഡിൽ ഇടുന്നോ അത്രത്തോളം നമുക്ക് ഇതേപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സുന്നത്താണത്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാ നമുക്ക് ഓരോന്നും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ. പക്ഷെ നമുക്ക് അതിനൊന്നും പറ്റില്ല. നമുക്കിത് ഇന്ന് പറഞ്ഞ് നാളെ അവരങ്ങനെ കേട്ടോളണം. അള്ളാഹ് ക്ഷമയോടുകൂടി അവരുടെ ജീവിതത്തിൽ കാത്തു നിൽക്കുന്നുണ്ട്. അള്ളാഹ് അത് പറഞ്ഞും കൊടുക്കും കേട്ടോ. പക്ഷെ നമ്മളാണ് ഇതുപോലെ അവരെ ശരിക്കും പിന്നീട് ഖുറാനിലേക്ക് അടുക്ക പോലും ചെയ്യാത്ത രീതിയിൽ ഓരോന്ന് ആൾക്കാരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മക്കളുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അവരടുത്ത് റൂമിന്റെ പുറത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ അവർ കേൾക്കൂല. അവർ എന്തിനാ പോകേണ്ടതെന്നൊന്നും അറിയാലോ അല്ലെ. അവരവിടെ തന്നെ നിൽക്കും. പക്ഷെ അവരടുത്ത് പറയണം, ഭക്ഷണത്തിന് സമയമായി, വാ നമുക്ക് പോവാം, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരും. 100% അവർ അങ്ങനെ കേൾക്കുന്നൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്തായാലും നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ ഹിക്മത്തോടു കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മാറ്റം, അതായത് ആദ്യത്തെ സാഹചര്യത്തിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടാവും. കുട്ടികളുടെ കാര്യത്തിലല്ല, വലിയവരുടെ കാര്യത്തിലാണെങ്കിൽ. നമ്മളൊക്കെ ചിലപ്പോൾ ഭയങ്കര പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരു കാര്യം ഇന്നതാണ്, അതിന്റെ നിയമം നമുക്ക് അറിയായിരിക്കും. പക്ഷെ അതിന് ആരെങ്കിലും ഒരു ഹിക്മത്തോടു കൂടി നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ സമയത്ത് ഉൾക്കൊള്ളാൻ നല്ലൊരു എളുപ്പം ഉണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് കാര്യങ്ങൾ എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതേപോലെ ഇവിടെ ബനൂ ഇസ്രായേലിന്റെ അടുത്ത് അള്ളാഹു പറയണേ, താലൂത്ത് നിങ്ങളെ രാജാവാണ്, നിങ്ങൾ സ്വീകരിച്ചോ. അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അടയാളം കൊടുത്തിട്ട് അള്ളാഹു അവരെ കൺവിൻസ് ചെയ്യിക്കാണ്. നിങ്ങൾ ഇവരുടെ താലൂത്തിന്റെ ലീഡർഷിപ്പിൽ നിങ്ങൾ വിജയികളായി മാറും. പക്ഷെ അതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികൾക്ക് മാത്രമേ ഒറ്റ വിറ്റ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അടയാളങ്ങൾ, ഇത്തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്താൽ പ്രയോജനപ്പെടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഖുർആനിൽ ഇതുപോലെ പല കാര്യങ്ങളും അല്ലെ, എത്രയോ നാളായിട്ട് നമ്മൾ ഓതുന്ന ഖുർആൻ തന്നെയാണ് ഇതൊക്കെ അല്ലെ. നമുക്ക് പലപ്പോഴും നമുക്ക് ഇതൊന്നും പ്രയോജനപ്പെട്ടിട്ടില്ല, പലതും നമുക്ക് പ്രയോജനപ്പെട്ടില്ല. ഇപ്പോഴും നമ്മൾ കേട്ട പലതും നമുക്ക് പ്രയോജനപ്പെടാത്ത കാര്യങ്ങൾ ഇനിയും ഉണ്ട്. നമ്മൾ എത്രത്തോളം നമ്മളുടെ ഈമാന്റെ അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകുന്നു അത്രത്തോളമാണ്. സ്ക്രീൻ പോയ ഒരു മിനിറ്റ്. കേൾക്കുന്നില്ലേ? ഒരു മിനിറ്റ്. സ്ക്രീൻ കാണുന്നില്ല. ഇല്ല, സ്ക്രീൻ പോയി. ഒന്നും കൂടെ ഞാൻ ആഡ് ചെയ്യട്ടെ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലെ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. കുറച്ചു മുന്നേ ഒന്ന് കട്ടായി. ആണോ? ഓക്കെ. അപ്പം ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. അപ്പം വിശ്വാസികൾക്ക് മാത്രമേ അടയാളങ്ങൾ കാണിച്ചാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഖുറാനില് ഈ കാര്യങ്ങളൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ നമുക്കൊന്നും പലപ്പോഴും ഇതൊന്നും പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അൽഹംദുലില്ലാഹ് കുറച്ചായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെട്ട് തുടങ്ങുന്നത് അല്ലെ. ഇനിയും നമ്മൾ ഓൾറെഡി കേട്ടതും അറിഞ്ഞതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടാത്തതുണ്ട്. നമ്മുടെ ഈമാന്റെ അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അതിനെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല തരുന്ന ഹിക്മത്തുകളും റീസണിങ്സും സൈനുകളും ഒക്കെ ആർക്കാ പ്രയോജനപ്പെടുക? വിശ്വാസികൾക്കാണ്.
ഓക്കെ, അള്ളാഹു ഖുർആനിൽ തന്നിട്ടുള്ള ഓരോ തെളിവുകളും ഓരോ എക്സ്പ്ലനേഷൻസും നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾ അത് കാണുകയും ചെയ്യും, കൺവിൻസ്ഡ് ആവുകയും ചെയ്യും. നമ്മൾ എത്രത്തോളം നമ്മളുടെ ഈമാൻ ബെറ്റർ ആവുന്നു അത്രത്തോളമാണ് ഖുർആനിലുള്ള ഓരോ വാക്കുകളും നമുക്ക് ചിന്തയായിട്ടും പ്രയോജനമായിട്ടും ജീവിതത്തിലേക്കുള്ള എന്താ മാറ്റങ്ങളായിട്ടും വരുന്നത്. പക്ഷെ നമ്മൾ ഈമാൻ എന്തെങ്കിലും പ്രശ്നം എത്ര കേട്ടുകഴിഞ്ഞാലും അല്ലെ, ഇനി എത്ര വലിയ സൈൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര തെളിവുകളുണ്ട്, എത്ര എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ഇതിനൊന്നും ഒരു കാര്യം തോന്നുന്നില്ല, നമുക്ക് സ്വീകരിക്കാനും പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് ഈസാ അലൈഹി ഇസ്ലാം എത്രമാത്രം തെളിവുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ, മരിച്ചതിന് ജീവൻ കൊടുത്തിട്ടും അന്ധന് കാഴ്ച കൊടുത്തിട്ടും ഒക്കെ എത്രയൊക്കെ തെളിവുകൾ കാണിച്ചിട്ടും ഈസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവര് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലെ, ബെർലിൽ ഉണ്ടാകുന്ന ആൾക്കാർ. അപ്പം എത്ര ക്ലിയർ ആയിട്ടുള്ള എവിഡൻസസും തെളിവുകളും എക്സ്പ്ലനേഷൻസും ഒക്കെ തന്നു കഴിഞ്ഞാലും അത് പ്രയോജനപ്പെടുക ഈമാനുള്ള ആളുകൾക്ക് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അടുത്ത ആയത്തിലേക്ക് പോവാം. 249. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اعترف عرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. അങ്ങനെ സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ താലൂത്ത് പറഞ്ഞു, അള്ളാഹു ഒരു നദി മുഖേന നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ആർ അതിൽ നിന്ന് കുടിച്ചുവോ അവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല, ആരത് രുചിച്ചു നോക്കാതിരുന്നുവോ അവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനാവുന്നു. എന്നാൽ തന്റെ കൈകൊണ്ട് ഒരിക്കൽ മാത്രം കോരിയവൻ ഇതിൽ നിന്ന് ഒഴിവാണ്. അവരിൽ നിന്ന് ചുരുക്കം പേരൊഴികെ അതിൽ നിന്ന് കുടിച്ചു. അങ്ങനെ അദ്ദേഹവും കൂടെയുള്ള വിശ്വാസികളും ആ നദി കടന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ജാലൂത്ത് ഗോലിയത്തിനെയും അവന്റെ സൈന്യങ്ങളെയും നേരിടാൻ മാത്രമുള്ള കഴിവ് ഇന്ന് നമുക്കില്ല. തങ്ങൾ അള്ളാഹുവുമായി കണ്ടുമുട്ടേണ്ടവരാണ് എന്ന വിചാരമുള്ളവർ പറഞ്ഞു, എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് അള്ളാഹുവിന്റെ അനുമതിയോടെ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെ ആകും. വാക്കർത്ത് നോക്കാം. ഫലമ്മ ഫസ്വല, അങ്ങനെ പുറപ്പെട്ടപ്പോൾ താലൂത്ത് ബിൽ ജുനൂദി സൈന്യങ്ങളോട് കൂടി, ജീം നൂൻ ദൻ, ഖാല അവർ പറഞ്ഞു, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു മുബ്തലീക്കും നിങ്ങളെ പരീക്ഷിക്കുന്നവൻ, ബാ ലാം വാവ്, ബിനഹരിൻ ഒരു നദിയിലൂടെ, ഫമൻ അപ്പോൾ ആർ, ശരിബ കുടിക്കുന്നുവോ, മിൻഹു അതിൽ നിന്ന്, ഫലൈസ എന്നാൽ അവൻ അല്ല, മിന്നി എന്നിൽപ്പെട്ടവൻ, വമൻ ആർ ലം യത്അംഹു അത് രുചിച്ചു നോക്കിയില്ലയോ, തോ ഐൻ മീം, ഫഇന്നഹു എന്നാൽ അവൻ, മിന്നി എന്നിൽപ്പെട്ടവൻ, ഇല്ലമൻ ഒരുത്തനൊഴികെ, കോരിയെടുത്ത ഒരു കോരൽ, സെയിം റൂട്ടാണ്, ബിയദിഹി തന്റെ കൈകൊണ്ട്, ഫശരിബു എന്നിട്ട് അവർ കുടിച്ചു, മിൻഹു അതിൽ നിന്ന്, ഇല്ല ഖലീല കുറച്ചു പേരൊഴികെ, മിൻഹും അവരിലെ, ഫലമ്മ ജാവസഹു അങ്ങനെ അത് മുറിച്ചു കടന്നപ്പോൾ, ജീൻ വാവ് സൈൻ, ഹുവ അവൻ, വല്ലദീന യാതൊരുത്തരും, ആമനു വിശ്വസിച്ച, മഅഹു അവനോടൊപ്പം, ഖാലു അവർ പറഞ്ഞു, ലാ താഖത കഴിവില്ല, തോ വാവ് ഖഫ് ലന നമുക്ക്, അൽയൗമ ഇന്ന്, ബിജാലൂത ജാലൂത്തിനോട്, വജുനൂദിഹി അവന്റെ സൈന്യത്തോടും, ഖാല പറഞ്ഞു, അല്ലദീന വിചാരിക്കുന്നവൻ, അല്ലദീന യദുന്നൂന വിചാരിക്കുന്നവൻ, ദോ നൂൻ അന്നഹും അവർ എന്ന്, മുലാഖു കണ്ടുമുട്ടുന്നവർ, അല്ലാഹി അല്ലാഹുവിനെ, കം എത്ര, മിൻ ഫിഅത്തിൻ സംഘത്തിൽ നിന്നും, ഫ ഹംസയ, ഖലീലത്തിൻ കുറഞ്ഞ, ഗലബത് വിജയിച്ചു, ഐൻ ലാ ബ, ഫിഅത്തൻ സംഘത്തെ, കസീറത്തൻ ധാരാളമുള്ള, ബിഇദ്നില്ലാഹി അല്ലാഹുവിന്റെ അനുമതിയോടെ, വല്ലാഹു അല്ലാഹു മഅസ്സാബിരീൻ ക്ഷമ പാലിക്കുന്നവരുടെ കൂടെയാണ്. കുറച്ച്
ലോങ് ആണ് ആയത്ത്, പക്ഷെ വിശദീകരണം അത്രയ്ക്കില്ല. ഫലമ്മ ഫസല താലൂത്തു ബിൽ ജുനൂദി. അങ്ങനെ ഫസല എന്താണ് അവര് ഓക്കെ. ഫസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേറെ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഫസൽ എന്ന് പറയുന്നത്. വസൽ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യുക, ഫസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ഫസല അവൻ സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ അവര് പുറപ്പെട്ടു. ആര്? താലൂത്ത്. ബിൽ ജുനൂദി അവന്റെ സംഘത്തോടൊപ്പം, സൈന്യത്തോടൊപ്പം. ജുനൂദ് ജുന്ദിന്റെ പ്ലൂരലാണ്, സൈന്യമാണ് ജുന്ദ്. അങ്ങനെ സൈന്യത്തോടൊപ്പം പുറപ്പെട്ടു യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. അവൻ പറഞ്ഞു, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു മുബത്തലീക്കും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നവനാണ്, ടെസ്റ്റ് ചെയ്യുന്നവനാണ്. ബല എന്നുള്ള വാക്ക്, ബല എന്നറിയാം, നമുക്കറിയാലോ അല്ലെ, വലിയ പരീക്ഷണം, വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ട്രയലാണ് ബല. അപ്പം അങ്ങനെ താലൂത്ത് ബനു ഇസ്രായേലിന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അപ്പം പുറപ്പെട്ടപ്പം പറഞ്ഞു, നോക്ക്, അള്ളാഹ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പോവുക. ഇത് ശരിക്കും താലൂത്തിന്റെ ഹിക്മത്തിനെ അല്ലെങ്കിൽ ഇന്റലിജൻസിനെ ആണ് കാണിക്കുന്നത്. അദ്ദേഹം ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം താലൂത്തിന് അറിയാം ബനു ഇസ്രായേലിന്റെ കൂടെ എന്താ സംഭവിച്ചതെന്ന് അല്ലെ. കാരണം അവര് പ്രവാചകന്റെ അടുത്ത് ഞങ്ങൾക്ക് ഒരു നേതാവിനെ വേണം, ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു രാജാവിന് വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു രാജാവിനെ ഏർപ്പെടുത്തി കൊടുത്ത് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരിൽ കുറെ പേര് എന്തായി തിരിഞ്ഞു കളഞ്ഞു അല്ലെ. അവര് ചെയ്യൂല എന്ന് പറഞ്ഞ് തിരിഞ്ഞു കളഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടെന്ന് താലൂത്തിന് അറിയാം. അവരെ സൈക്കോളജി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇനിയും ടെസ്റ്റ് ചെയ്യുന്നുള്ള ആ ഒരു കാര്യം ഇവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അതിനവര് മെന്റലി പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ശരിക്കും കെയർഫുൾ ആയിക്കോ, ടെസ്റ്റ് വരുന്നുണ്ട്, വരാൻ പോണുണ്ട്, നിങ്ങൾ തോറ്റു പോകരുത് എന്ന് പറയാണ്. അപ്പം എന്തിനാണ് അള്ളാഹു അവരെ ടെസ്റ്റ് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു കൂട്ടരെ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഇപ്പം താലൂത്തിന്റെ കൂടെ വന്നിട്ടുള്ളവര് അള്ളാഹിന്റെ കൽപ്പന, യുദ്ധം ചെയ്യാനുള്ള കൽപ്പന അനുസരിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ് അല്ലെ. അപ്പം അവര് ഓൾറെഡി അള്ളാഹിന്റെ മാർഗത്തിൽ കമ്മിറ്റ്മെന്റ് കാണിച്ച ആൾക്കാരാണ്. പിന്നെ എന്തിനാ അവരല്ല വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത്? പല കാരണങ്ങളുണ്ട് അല്ലെ. ഒരു കാരണം നമുക്ക് പറയാവുന്നത്, ആരാണ് അവരിൽ ക്ഷമയുള്ള ആളുകൾ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം യുദ്ധം വലിയൊരു സംഭവത്തിനാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അതും ഭയങ്കര ശക്തമായിട്ടുള്ള എനിമിയാണ്, ശത്രുക്കളാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ളത്, ഇവരെക്കാളും ശക്തരായിട്ടുള്ള. ബദർ യുദ്ധത്തിന്റെ കാര്യത്തില് സുബ്ഹാനല്ലാഹ് അവിടെ മുസ്ലിങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ശത്രുക്കളാണ് കൂടുതൽ എണ്ണത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരിൽ ആരൊക്കെയാണ് ക്ഷമ കാണിക്കുക അല്ലെ, ഇത്രയും കഠിനമായിട്ടുള്ള ഒരു പ്രയാസത്തിലും ക്ഷമ കാണിക്കുക ആരാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ടെസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ ഒരു കാരണം, ആരാണ് അനുസരണയുള്ളവരെ അനുസരണ ഇല്ലാത്തവരെന്ന് അറിയാൻ വേണ്ടിയിട്ടും ടെസ്റ്റ് ചെയ്യാം. കാരണം യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു ലീഡർ ഉണ്ടാവും അല്ലെ. ലീഡർ പല ഇൻസ്ട്രക്ഷൻസും കൊടുക്കും. അപ്പൊ ആരാണ് അതിനെ അനുസരിക്കുന്നത് എന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും അള്ളാഹു എന്താണ് ടെസ്റ്റുകൾ ചെയ്യും. ഉഹദ് യുദ്ധത്തിന്റെ കാര്യത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് അല്ലെ. എവിടെയാണ്, എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്? മദീനയുടെ അകത്ത് നിന്നാണോ അതോ പുറത്തു പോയിട്ടാണോ? അതായത് ഉള്ളിൽ നിന്ന് ജസ്റ്റ് അവര് ആക്രമിക്കുമ്പോൾ ഡിഫെൻഡ് ചെയ്താൽ മതിയോ അതോ പുറത്തു പോയിട്ട് അവരെ അറ്റാക്ക് ചെയ്യണോ എന്ന്. അപ്പം അങ്ങനെ തീരുമാനം എന്താണ്? അല്ലെ, ചിലര് പറയും ഇല്ല നമുക്ക് ഇവിടെ നിന്നിട്ട് ചെയ്താൽ മതി എന്ന്, വേറെ ചിലര് പറയും പുറത്തു പോയിട്ട് ചെയ്താൽ മതി. പക്ഷെ ഫൈനൽ ഡിസിഷൻ മദീനയുടെ പുറത്തു പോയിട്ട് ചെയ്യണം എന്നായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇപ്രകാരം യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ അതിനകത്ത് ചില മുനാഫിക്കുകള്, അബ്ദുല്ലാഹ് ഇബ്നു ഉബൈനെ പോലെയുള്ള ആളുകള് പറഞ്ഞു, ഓ നമ്മൾ പറഞ്ഞത് ഇവിടെ നിന്നും ചെയ്യാന്നാണ്, നിങ്ങൾ അത് കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളില്ല. അങ്ങനെ അവര് തിരിച്ചു വരാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേൾക്കാതെ തിരിച്ചു മദീനയിലേക്ക് വരും. ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ടെസ്റ്റ് ആണ്. അള്ളാഹ്ക്ക് ആദ്യമേ എന്താണ് തീരുമാനിച്ചിട്ട് അവരുടെ അടുത്ത് പുറത്തു പോകാൻ പറയായിരുന്നു. പക്ഷെ ഈ ഡിസ്കഷൻ എന്തിനാ ഉണ്ടായത്? അവരുടെ പ്രവാചകൻ പറഞ്ഞത് കേൾക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പ്രവാചകൻ ഡിസ്കസ് ചെയ്തു, ഇത് തീരുമാനിച്ചു, അത് അവരിലേക്ക് അറിയിച്ചു, അവരിൽ ആരൊക്കെ അത് അനുസരിക്കും, ആരൊക്കെ അനുസരിക്കില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അള്ളാഹിന്റെ മാർഗത്തിൽ ഇപ്രകാരം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും ടെസ്റ്റുകൾ വരുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാകാം. ഒന്ന് അവരുടെ ക്ഷമയെ ടെസ്റ്റ് ചെയ്യാനാവാം, അല്ലെങ്കിൽ അവര് അനുസരണയുള്ളവരാണോ അല്ലാത്തവരാണോ എന്ന് അറിയാനാവാം. അപ്പൊ അതേപോലെ ഇവിടെ ബനു ഇസ്രായേലും ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ആരാണ് താലൂത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്? കാരണം താലൂത്ത് ഇവരുടെ നേതാവാണ് അല്ലെ. അപ്പം ഒരു നേതാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ നേതാവിനെ അനുസരിക്കണം. അപ്പം ഇവിടെ അവർക്ക് വന്ന ടെസ്റ്റ് എന്താന്ന് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ടെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയാണ്, ബി നെഹരിൻ, ഒരു നദി കൊണ്ട്, ഒരു റിവർ കൊണ്ട്.
ഫമൻ ആര് ഷരിബ കുടിക്കുന്നു മിൻഹു അതിൽ നിന്ന്. അപ്പം ആര് അതിൽ നിന്ന് കുടിക്കുന്നു, അപ്പൊ ഒരു നദിയുണ്ട് ഇവർ ക്രോസ് ചെയ്യുന്ന, ആര് അതിൽ നിന്ന് കുടിക്കുന്നു ഫലൈസ മിന്നി അവൻ എന്നിൽപ്പെട്ടവനല്ല. താലൂത്ത് അവരുടെ അടുത്ത് പറയണം. അപ്പൊ ഒരു നദിയുണ്ട്, ആര് അതിൽ നിന്ന് കുടിക്കുന്നുവോ അവൻ പിന്നെ എന്റെ ഗ്രൂപ്പിൽ പെട്ടല്ല, അതായത് അവന് പിന്നെ എന്റെ കൂടെ യുദ്ധത്തിന് വരാൻ പറ്റൂല. വമൻ ലം യത്അംഹു ആര് കൺസ്യൂം ചെയ്യുന്നില്ലയോ, ആര് കുടിക്കുന്നില്ലയോ, ത്വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം, അത് ലിക്വിഡ് രൂപത്തിലുള്ളതാണെങ്കിലും സോളിഡ് രൂപത്തിലുള്ള ഭക്ഷണത്തിനും ത്വാം എന്ന് പറയും. ഓക്കെ, അപ്പൊ യത്അംഹു ആര് അതിൽ നിന്ന് കുടിക്കുന്നില്ലയോ അല്ലെങ്കിൽ കഴിക്കുന്നില്ലയോ ഫഇന്നഹു മിന്നി നിശ്ചയമായും അവൻ എന്നിൽപ്പെട്ടവനാണ്. അപ്പം ഇവിടെ ടെസ്റ്റ് എന്താണ്, ആൾക്കാർക്ക് പോണ വഴിക്ക് ഒരു നദിയുണ്ട്, അതിൽ നിന്ന് അവർ കുടിക്കാൻ അവർക്ക് അനുവാദം ഇല്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, അവർ യുദ്ധത്തിന് പോവാണ്. ഇന്നത്തെ കാലത്തെ പോലെ വാട്ടർ ബോട്ടിൽ ആക്കിയിട്ട് വെള്ളം കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അല്ലെ. സ്വാഭാവികമായിട്ടും അവർക്ക് ക്ഷീണം ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു നദി ക്രോസ് ചെയ്യുമ്പോൾ നല്ല വെള്ളം കാണുമ്പോൾ അവർ കുടിക്കും അല്ലെ, അവർ വെള്ളം ദാഹം ഉണ്ടാകുമ്പോൾ അവർ കുടിക്കുകയും ചെയ്യും. പക്ഷെ അവരുടെ അടുത്ത് അവരുടെ ലീഡർ പറയാണ്, നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റൂല, കുടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ വരാം. സുബ്ഹാനല്ലാഹ്, അതെന്തൊരു നിയമം അല്ലെ. അവർക്ക് ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ടാവില്ലേ, അവർ കുടിക്കണ്ടേ. പക്ഷെ അതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, ഇല്ല ഒഴികെ മന തറഫ ആര് ഒരു കോരല്, ഓക്കെ, ഉർഫത്തൻ ആര് കോരുന്നുവോ അവന്റെ കൈ കൊണ്ട്, ബിയദിഹി അവന്റെ കൈ കൊണ്ട് ഒരു കോരൽ കോരുന്നുവോ. അപ്പം തറഫ എന്ന് പറയുന്നത്, ഉർഫ എന്ന് പറഞ്ഞാൽ ഒരു കൈക്കുമ്പിൾ, ഓക്കെ, ഒരു ഹാൻഡ്ഫുൾ എന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾ കൈ കൊണ്ട് ഒരു കോരൽ കോരിയിട്ട് അത് കുടിക്കുക ആൾക്കാർ ഒഴികെ. അപ്പൊ അത്രയും അനുവദിച്ചിട്ടുണ്ട്, അതിന് മേലെയാണ് അനുവാദം ഇല്ലാത്തത്. ഒരു 2 or 3 കോരി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റില്ല, പക്ഷെ ഒരു കോരി കുടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ, ഇനി ഒന്നും കുടിച്ചിട്ടില്ലെങ്കിലും ഓക്കെയാണ്. ഇല്ലാ മന തറഫ ഉർഫത്തൻ ബിയദി. അപ്പം ഇതൊരു ടെസ്റ്റ് ആയിരുന്നു, വളരെ ചെറിയൊരു കാര്യം അല്ലെ, സില്ലി ആയിട്ട് തോന്നാം നമുക്ക്, സുബ്ഹാനല്ലാഹ്. പക്ഷെ ആര് നേതാവിനെ അനുസരിക്കുന്നില്ല എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു അത്. പലപ്പോഴും പല ഇൻസ്ട്രക്ഷൻസും ചിലപ്പോൾ നമുക്ക് ഇതുപോലെ നേതൃസ്ഥാനത്തുള്ളവർ തരുമ്പോൾ ഭയങ്കര സില്ലി ആയിട്ട് നമുക്ക് തോന്നിയേക്കാം, ഇതൊക്കെ എന്ത് അല്ലെ, എന്നിട്ട് നമ്മളത് അനുസരിക്കാതിരിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എത്തുമ്പോൾ നിങ്ങൾ 30 മിനിറ്റ് മുമ്പേ എല്ലാവരും റിപ്പോർട്ട് ചെയ്യണം സ്ഥലത്ത് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, എന്തെങ്കിലും എക്സാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ വരണം. അപ്പൊ നമ്മൾ പറയും വെറും പ്രാന്ത അവിടെ പോയിട്ട് സമയം കളയാൻ. സുബ്ഹാനല്ലാഹ്, അവിടെ ആ കാര്യത്തിന്റെ സുഗമമായ നടത്തിപ്പിന് നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, ഭയങ്കര സില്ലി ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമുക്ക് അനുസരിക്കാൻ പറ്റൂലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ നേതാക്കന്മാരെ ഫോളോ ചെയ്യുമ്പോൾ അവർ പറയുന്നത് നമുക്ക് അനുസരിക്കണം. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്, എത്രത്തോളം നമ്മൾ അനുസരണയുള്ള ആളുകളാണ്, എത്രത്തോളം നമ്മൾ റെബൽ ചെയ്യാണ്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറുള്ള ആളുകളാണ്. ഇവിടെ അനുസരണ എന്ന് പറയുമ്പോൾ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്കെതിരെയുള്ള, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അനുസരിക്കുന്ന കാര്യമല്ല പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഓരോ കുഞ്ഞി കുഞ്ഞി കാര്യങ്ങളും മാറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ആളുകൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർ വലിയ വലിയ കാര്യങ്ങളും അവർക്ക് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാനും അനുസരിക്കാനും അവർക്ക് സക്സസ്ഫുൾ ആവാനും പറ്റും. അവരാണ് അനുസരണയുള്ള ആളുകൾ. അപ്പം ഏത് ലീഡർ ആണെങ്കിലും, അത് നമ്മളെ വീട്ടിലെ ലീഡറായ നമ്മളുടെ ഭർത്താവും നമ്മുടെ പാരൻസോ നമ്മുടെ ജോലി സ്ഥലത്തുള്ള ബോസോ സ്കൂളിലുള്ള ടീച്ചറോ ആരാണോ, ഇനി നമ്മൾ ഇൻചാർജ് ആയിട്ടുള്ള ആരാണോ, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത് ഇസ്ലാമികമായിട്ടുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളിൽ പെട്ട ഒരു കാര്യമാണ്. എപ്പോഴും അനുസരിക്കുമ്പം അത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാവാതിരിക്കാൻ വേണ്ടി, എതിരായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങളാവാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം എല്ലാ ഇൻസ്ട്രക്ഷൻസും മാറ്റേഴ്സ്. കാരണം ഇവിടെ എന്താ, ജസ്റ്റ് അവര് ദാഹിച്ചുകൊണ്ട് പോകുമ്പം ഒരു വെള്ളം കോരി കുടിക്കരുത് എന്നാണ് ഇവിടുത്തെ നിയമം. സുബ്ഹാനല്ലാഹ്, സില്ലി ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ ആ ഇൻസ്ട്രക്ഷനും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ലീഡറെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അനുസരണ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇല്ലാ മന തറഫ ഉർഫത്തൻ ബിയദി. എങ്ങനെയാണ് ആളുകൾ പ്രതികരിച്ചത്? ഫശരിബു മിൻ, അവര് കുടിച്ചു. അധിക ആളുകളും അതിൽ നിന്ന് കുടിച്ചു. എത്രയാ കുടിച്ചത്? അവർക്ക് വേണ്ടത്ര. ഇല്ലാ ഖലീലൻ മിൻഹും, അവരിൽ വളരെ കുറച്ച്, ഖലീലായിട്ടുള്ള ആളുകൾ ഒഴികെ. ഓക്കെ, കുറച്ച് ആൾക്കാർ ഒഴികെ ബാക്കി എല്ലാവരും കുടിച്ചു. ഈ കുറച്ച് ആൾക്കാർ
ഒന്നെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ അല്ലെങ്കിൽ ഒരു കോരി അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കുടിച്ചു. ബാക്കിയുള്ളവരൊക്കെ അവർക്ക് വേണ്ടുവോളം കുടിച്ചു. ഫശരിബു മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കമന്റ് ചെയ്തതായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതില് കുറച്ച് കുടിച്ച ആൾക്കാരുണ്ടല്ലോ, അതായത് ഒരു കായ്ക്കുമ്പോൾ കുടിച്ച ആൾക്കാര്, അവരുടെ ദാഹം ശരിക്കും കെട്ടു. പക്ഷെ കുറെ കുടിച്ച ആൾക്കാരെ ദാഹം കെട്ടിട്ടുമില്ല. സുബ്ഹാനല്ലാഹ്. അവര് സാറ്റിസ്ഫൈഡ് ആയിട്ടുമില്ല. അത് അവർക്കുള്ള ഒരു പണിഷ്മെന്റ് ആയിരുന്നു. പലപ്പോഴും നമ്മൾ തന്നെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോമ്പിന്റെ കാലം, നോമ്പിന്റെ സമയത്തിന് പ്രത്യേകിച്ച് നമുക്ക് സുന്നത്തായിട്ടുള്ള നോമ്പുകൾ എടുത്ത് നോക്കാം. മാഷാ അല്ലാഹ്, ചിലര് സ്ഥിരമായി നോമ്പെടുക്കുന്ന ആൾക്കാരാണല്ലേ. അവര് നോമ്പെടുക്കുമ്പോഴും നോമ്പെടുക്കാതിരിക്കുന്ന ആളുകള് സുബ്ഹാനല്ലാഹ്, അവർക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും അവരുടെ വിശപ്പും മാറാറില്ല, എത്ര കുടിച്ചാലും ദാഹവും മാറാറില്ല, അല്ലെ, ക്ഷീണവും മാറാറില്ല. എന്നാൽ ഈ സ്ഥിരമായിട്ട് നോമ്പെടുക്കുന്നവർക്ക് ഒരു പ്രയാസവും ഇല്ലാണ്ട് അവർ വളരെ ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. മറ്റേ കൂട്ടർ എത്ര കഴിച്ചു കഴിഞ്ഞാലും അവരുടെ വിശപ്പ് മാറുകയില്ല, അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമ കാണിക്കാൻ തീരുമാനിച്ചപ്പം അള്ളാഹു അവർക്ക് ക്ഷമ കൊടുക്കുന്നതാണ്. ഇവിടെ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, നിങ്ങൾ കുടിക്കരുത്. അപ്പൊ കുടിക്കാതിരുന്നവർക്കും, അല്ലെങ്കിൽ ജസ്റ്റ് അള്ളാഹ് കൊടുത്തൊരു എക്സെപ്ഷൻ ഉണ്ടല്ലേ, ഒരു കോരി കുടിക്കാം. ആ ഒരു കോരി കുടിച്ചവർക്കും അള്ളാഹു ദാഹം ശമിപ്പിച്ചു. പക്ഷെ കുറെ കുടിച്ചവരെ ദാഹം കിട്ടില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഫശരിബു മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും ഫലമ്മ ജാവസഹു. അങ്ങനെ അവര് അത് മുറിച്ച് കടന്നു. ഓക്കെ, താലൂത്ത് ആൾക്കാരും അത് മുറിച്ച് കടന്നു. അങ്ങനെ മുറിച്ച് കടന്നതിന് ശേഷം കടന്നപ്പോൾ വല്ലദീന ആമനോ മാഹു, യാതൊരുവർ വിശ്വസിച്ചോ അവരും അദ്ദേഹത്തിന്റെ കൂടെ. ഓക്കെ, വിശ്വസിച്ചവരും കൂടെ കടന്നു. നമുക്കൊന്ന് മെല്ലെ ബാക്കോട്ട് പോയി നോക്കാം. ഈ മല, അതായത് ചീഫായിട്ടുള്ള ആളുകൾ ബനു ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുണ്ട് അവരുടെ പ്രവാചകന്റെ അടുത്തിലെ, ഞങ്ങൾക്കൊരു രാജാവിനെ താ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധം അവരുടെ മേല് അവർക്ക് രാജാവിനെ കൊടുത്തു, യുദ്ധം കൽപ്പിക്കപ്പെട്ടു. എന്താ പറഞ്ഞേ, കുറെ ആൾക്കാര് ഇല്ല, ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു കളഞ്ഞു. ഖലീലായിട്ടുള്ള ആൾക്കാർ ഒഴികെ, അല്ലെ. അതായത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതിന്റെ 1/3 മാത്രമേ വന്നുള്ളൂ. ഇനി ഈ 1/3 ഈ ടെസ്റ്റ് വന്നത്. എന്ത്, നിങ്ങൾ കുടിക്കാൻ പാടില്ല, അഥവാ കുടിക്കുകയാണെങ്കിലും ഒരു കോരിയെ കുടിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ഖലീല് മാത്രമേ കുടിക്കാതിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു കോരി മാത്രം കുടിച്ചുള്ളൂ, അല്ലെ. അപ്പം ആദ്യത്തേതിലും 1/3 യുദ്ധത്തിന് വന്നു. ഇതിലും പിന്നെ 1/3 അടുത്ത ടെസ്റ്റ്. എന്താ അടുത്ത ടെസ്റ്റ്? ഒരു കോരി കുടിക്കുന്ന കാര്യം, അല്ലെ. അതിൽ 1/3 വന്നിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോ അത് മാത്രമേ ബാക്കിയുള്ളൂ, അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി ഈ ബാക്കിയുള്ളവര് പോവാണ്. ആദ്യം താലൂത്ത് പറഞ്ഞിരുന്നു, ഈ റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ എന്റെ കൂടെ നിങ്ങൾ വരണമെങ്കിൽ ഈ കുടിക്കാത്തവർക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു കോരി കുടിച്ചവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ, അല്ലെ. അപ്പം ഇനി ബാക്കിയുള്ള ആൾക്കാര്, അതായത് ബാക്കിയുള്ള ആൾക്കാരാണ് വല്ലതിന് ആമനു മാഹു എന്ന് പറഞ്ഞത്, വിശ്വസിച്ചവരുമായിട്ട് താലൂത്ത് അപ്പുറത്ത് കടക്കുകയാണ്. ഓക്കെ, കടന്നു കഴിഞ്ഞപ്പം ശരിക്കും ശത്രുവിനെ ഫേസ് ചെയ്യാനായി. അപ്പൊ അവര് പറയാണ്, കാലു ലാ തോക്കത്തലനാല്യാവും, ഞങ്ങൾക്കൊരു താക്കത്തില്ല, ഒരു ശക്തിയില്ല, ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് ഇല്ല, അല്യാവും ഇന്ന്. എന്തിന്? ബിജാലൂത്ത്, ജാലൂത്താണ് എന്താണ് ഓപ്പോസിറ്റ്, ശത്രു. വജുനൂദിഹി, അവന്റെ സംഘത്തെയും അവന്റെ സൈന്യത്തെയും. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഈ ജാലൂത്തിനെയും സൈന്യത്തെയും ഫേസ് ചെയ്യാനുള്ള ശക്തി ഇല്ലാന്ന് ഇതിനകത്ത് വീണ്ടും ബാക്കിയുള്ള 1/3 കുറവുള്ള ആളുകൾ പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ സംഘം എത്രത്തോളാണ് ചെറുതായതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അവരെന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് പോയതാണ്, ഞങ്ങൾക്ക് ലീഡർ എത്താൻ, ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ എന്ന്. യുദ്ധം വന്നപ്പം 1/3 2/3 ആൾക്കാർ പോയി. ബാക്കിയുള്ള 1/3 വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോ അതിൽ നിന്നും വീണ്ടും 1/3 പോയി. ഇനി ബാക്കിയുള്ള 1/3 പറയാണ്, ഞങ്ങൾക്ക് ആവതില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അതിൽ നിന്ന് വീണ്ടും പോയി. അപ്പം മെജോറിറ്റി ആളുകളും ടെസ്റ്റ് ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ റിവർ ക്രോസ് ചെയ്ത് തന്നെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിലും കുറച്ച് ആൾക്കാർ പറയാണ്, ഞങ്ങൾക്ക് ആവതില്ല, ഞങ്ങൾക്ക് താക്കത്തില്ല. ഓൾമോസ്റ്റ് അവര് നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ വിചാരിച്ചിരുന്നു, എന്ത് നല്ല ആൾക്കാരല്ലേ, അവര് വെള്ളവും കുടിച്ചില്ല, നല്ല ശക്തമായിട്ട് അവര് മുന്നോട്ട് പോവാണ്. പക്ഷെ അവരുടെ ആ ഒരു എന്തൂസിയാസും കൂടെ, അവരുടെ ആ ഒരു സീലും കൂടെ, അല്ലെങ്കിൽ ആ ഒരു ഉഷാറും കൂടെ നഷ്ടപ്പെട്ട് അവര് പറയണ ലാ തോക്കത്തലനാല്യാവും ബിജാലൂത വജുനൂദിഹി.
ഇനിയിപ്പം വളരെ കുറച്ച് അല്ലെ, വളരെ കുറച്ച് ആൾക്കാർ ഈ ഇതുവരെയുള്ള എല്ലാ സ്റ്റെപ്പും പാസ്സായിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് പോവാണ്. അപ്പം അവര് പറയാണ് പറഞ്ഞു അല്ലദീന യദുന്നൂന, ആര് ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹുവിനെ മീറ്റ് ചെയ്യും എന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നവരാരോ. മുലാഖു, ലഖിയ എന്ന് പറഞ്ഞാല് മീറ്റ് ചെയ്യുക, മുലാഖു എന്ന് പറഞ്ഞാല് മീറ്റ് ചെയ്യുന്നവർ. ഓക്കെ, അപ്പൊ ആര് അള്ളാഹുവിനെ ഉറപ്പായിട്ടും കാണും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവോ അവർ പറഞ്ഞു കം മിൻ ഫിഅത്തിൻ, എത്ര ഗ്രൂപ്പുകളും. ഓക്കെ, കം എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ്. ആക്ച്വലി ഇവിടെ അത് എത്രയധികം എന്നുള്ള ആ ഒരു എമൗണ്ട്, എണ്ണം കാണിക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഇവിടുത്തെ കം. ഓക്കെ, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ, എത്ര ചെറിയ ഗ്രൂപ്പുകൾ. ഓക്കെ, അതായത് അങ്ങനെ എത്ര സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. എത്ര ചെറിയ ഗ്രൂപ്പുകൾ അതിജയിച്ചിട്ടുണ്ട് ഫിഅത്തൻ കസീറത്തൻ, വലിയ ഗ്രൂപ്പുകളെ, ബി ഇതിനില്ല, അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി. ഫൈ എന്ന് പറയുന്ന വാക്കുന്നാണ്. ഫൈ എന്ന് പറഞ്ഞാല് മടങ്ങി വരാന്നാണ്. അപ്പം ഫിഅത്ത് എന്ന് പറഞ്ഞാല് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവര് വീണ്ടും വീണ്ടും അവരിലേക്ക് തന്നെ മടങ്ങും, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവരെന്തെങ്കിലും ഒരു കാര്യം സഹകരിച്ച് ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഒന്നിച്ച് നിൽക്കുന്ന ആളുകളാണ് ഫിഅത്ത് എന്ന് പറയുന്നത്. അപ്പം ചരിത്രത്തില് ഇങ്ങനെ എത്ര എത്ര ചെറിയ ഗ്രൂപ്പുകള് വലിയ ഗ്രൂപ്പുകളെ അതിജയിച്ചിട്ടുണ്ട്. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ വലിയ നമ്പർ ഓഫ് ആൾക്കാർ ഉണ്ടായിട്ടും എത്ര ചെറിയ ഗ്രൂപ്പുകൾ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാണ് അവര്. ഓക്കെ, എന്തിനാ അവരിത് പറയുന്നത്? കാരണം വളരെ കുറച്ച് ആൾക്കാരെ ബാക്കിയുള്ളൂ അല്ലെ. ഇനി ബാക്കിയുള്ളവരുടെ കോൺഫിഡൻസ് സ്വാഭാവികമായിട്ടും കുറയും. അപ്പൊ അക്കൂട്ടത്തില് ഉറപ്പുള്ള, വിശ്വാസമുള്ള, കോൺഫിഡൻസ് ഉള്ള ആളുകളുടെ ഉത്തരവാദിത്വമാണ് ഈ ബാക്കിയുള്ളവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളത്, കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മളെടുത്ത് ഇതുപോലെ ആരെങ്കിലും അല്ലെ, പലപ്പോഴും നമ്മളൊക്കെ ഓൾമോസ്റ്റ് ഡെയിലി എന്ന് പറയുന്ന പോലെ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പ്രയാസമാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രയാസമാണ്, പഠിക്കാൻ പറ്റുന്നില്ല, എക്സാം എഴുതാൻ പറ്റുന്നില്ല, വീട്ടില് പ്രശ്നമുണ്ട്, കുടുംബത്തിൽ പ്രശ്നമാണ്, മക്കളെ നോക്കണം, വേറെ കോഴ്സ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആണോ, പ്രയാസമാണോ, എനിക്കും ഭയങ്കര പ്രയാസം, എന്നാ പിന്നെ നമുക്ക് നിർത്താം എന്നാണോ നമ്മൾ പറയാ? അതോ അള്ളാഹ് ഹെൽപ്പ് ചെയ്യും അല്ലെ, അള്ളാഹ് സഹായിക്കും, നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് ചെയ്യാം എന്നാണോ പറയാ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ചുറ്റുപാടത്ത് നമ്മൾ ഒരുപാട് കാണുന്ന ഉദാഹരണമാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത സക്സസ് കൊണ്ട് പലരും എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടും അവര് വിജയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത്ര അവര് ചില ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഇത് എങ്ങനെ അവര് താങ്ങുന്നേ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അള്ളാഹിന്റെ സഹായം കൊണ്ട് അവര് ജയിക്കുന്നത്. അപ്പൊ നമ്മള് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും. നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് മറ്റുള്ളവരെയും അതേപോലെ കോൺഫിഡന്റ് ആക്കുക എന്നുള്ളത്. നിങ്ങളെ കൊണ്ട് പറ്റും, അള്ളാന്റെ സഹായം കൂടി. സുബ്ഹാനല്ലാഹ്. നമ്മൾ കാരണമല്ല സക്സസ് വരുന്നത് അല്ലെ, ബി ഇതിനില്ല, അള്ളാന്റെ സഹായം കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഒരാൾ ഒരു എക്സാം എഴുതുമ്പോൾ അയാൾ എക്സാമിന് വേണ്ടി ഫുള്ള് പ്രിപ്പയർ ചെയ്തു, പക്ഷെ ആ പ്രിപ്പയർ ചെയ്തത് കൊണ്ട് മാത്രമാണോ പാസ്സാവുന്നത്? അല്ല, അള്ളാന്റെ അനുവാദം അവിടെ ഉള്ളത് കൊണ്ടല്ലേ. ചിലപ്പോൾ ചിലർ ഒരുപാട് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന്റെ ദിവസം അസുഖമായി പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണാറില്ലേ അല്ലെ. അപ്പം നമുക്ക് നമ്മളെ പ്രിപ്പറേഷനും അതിന്റെ കൂടെ അള്ളാന്റെ സഹായം, അള്ളാന്റെ തൗഫീഖ് കൂടെ വേണം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈ നൂറുസുദരി സീരീസ് എക്സാമിലും പലപ്പോഴും സംഭവിക്കാറുണ്ട് അല്ലെ. അവര് പ്രിപ്പയർ ചെയ്തിരുന്നു, റെഡി ആയിരുന്നു, പഠിച്ചിരുന്നു, പക്ഷെ മിസ്സായി, എക്സാം മറന്നുപോയി, സമയം അല്ലെ, മറന്നേ പോയി. 6 മണി 8 മണി വരെയാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വൈകുന്നേരം വരെയാന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ. അപ്പം അള്ളാന്റെ തൗഫീഖും കൂടെ വേണം. അത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആയില്ല അല്ലെ. അപ്പം നമ്മൾ നമ്മളുടെ ബെസ്റ്റ് ചെയ്യാം, അള്ളാന്റെ സഹായം വേണം. അത് രണ്ടും കൂടെ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ്ഫുൾ ആവുന്നത്. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടല്ല. കാരണം ഇവിടെ പറയുന്നത് എന്താ, എത്ര ചെറിയ ഗ്രൂപ്പുകളാണ് വലിയ ഗ്രൂപ്പുകളെ അതിജയിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി. നമ്മൾ പലപ്പോഴും
ഒന്നെങ്കിൽ നമ്മളുടെ പാട്ട് ചെയ്യാൻ നമ്മൾ ഫെയിൽ ആവും, അതല്ലെങ്കിൽ അള്ളാഹിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഫെയിൽ ആവും. ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ബെസ്റ്റ് നമ്മൾ ചെയ്യുക, നമ്മുടെ കഴിവിന്റെ ബെസ്റ്റ് നമ്മൾ ചെയ്യുക. പഠിക്കേണ്ട കാര്യമാണെങ്കിൽ പഠിക്കുക, പ്രിപ്പയർ ചെയ്യേണ്ട ചെയ്യാൻ കാര്യമാണെങ്കിൽ പ്രിപ്പയർ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക, സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യുക. അതേപോലെ നമ്മളുടെ എഫേർട്ടിലെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അള്ളാഹിന്റെ സഹായത്തിലാണ്. അപ്പോൾ അള്ളാഹിന്റെ അനുവാദത്തോടു കൂടി നമ്മൾ സക്സസ്ഫുൾ ആവും. നമ്മൾ എന്നിട്ടും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ അള്ളാഹിന്റെ അനുവാദം ഇല്ല, അള്ളാഹിന്റെ ഖദറാണ്. അള്ളാഹിന്റെ ഖദറിലൊക്കെയും സഹായം. അപ്പൊ അവര് ഓർമ്മിപ്പിക്കുകയാണ് ബാക്കിയുള്ളവരെ, കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാ. അപ്പൊ നിങ്ങളുടെ നമ്പർ കൊണ്ടല്ല, അപ്പൊ നമ്മൾ ബാക്കിയുള്ളവരെ നമ്പർ കൊണ്ടല്ല നമ്മൾ ജയിക്കാൻ പോണത്, അള്ളാഹ് അനുവദിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജയിക്കാൻ പോണത്. അപ്പം ഇത് പറയുന്ന ആൾക്കാരുടെ ക്വാളിറ്റി എന്താണ്? അല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, അവര് അള്ളാഹിനെ മീറ്റ് ചെയ്യുന്ന ഉറപ്പുള്ള ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാർക്കാണ് ഈ ധൈര്യം ഉണ്ടാവുള്ളൂ അല്ലെ. എത്ര 0% സക്സസ് ആണെങ്കിലും അള്ളാഹ് ഹെൽപ്പ് ചെയ്യും അല്ലെ. ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ അള്ളാഹ് ഹെൽപ്പ് ചെയ്യും. ആ കോൺഫിഡൻസ് ആർക്കാ വരാം? അള്ളാഹിനെ മീറ്റ് ചെയ്യുന്ന ഉറപ്പുള്ള ആൾക്കാർ. ഈ ലോകത്ത് വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, അള്ളാഹിന്റെ സഹായം കിട്ടിയിട്ടേ കാര്യമുള്ളൂ അല്ലെ. അള്ളാഹിനെ ഞാൻ മീറ്റ് ചെയ്യാനുള്ള ആളാണെന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് എത്ര വിഷമം വന്നു കഴിഞ്ഞാലും, എത്ര കുത്തല് കെട്ടിക്കഴിഞ്ഞാലും, എത്ര വേദന ഉണ്ടായിരുന്നാലും, എത്ര ക്ഷീണം ഉണ്ടായി കഴിഞ്ഞാലും അള്ളാഹ് എനിക്ക് പ്രതിഫലം തരുമെന്ന് വിചാരിച്ചിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ഓരോ കുഞ്ഞു എഫേർട്ടിനും അള്ളാഹിന്റെ പ്രതിഫലം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ശരിക്കും ഇവര് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, മരണത്തിന്റെ മുഖത്തേക്ക് ഇറങ്ങിയ ആൾക്കാരാണ്. എന്താ അവർക്ക് ധൈര്യം കൊടുക്കുന്നത്? ഞാൻ മരിച്ചാലും അള്ളാഹിനെ മീറ്റ് ചെയ്യാനാ പോണേന്നല്ലേ. ഇത്രയും ആൾക്കാര് ഓരോ 1/3 പോയ കാരണങ്ങൾ നമ്മൾ കണ്ടു. അവരൊക്കെ പോയപ്പോഴും ബാക്കി വന്ന ആളുകള് പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് എന്താ ധൈര്യം? നമ്മൾ മരിക്കാൻ പോവാന്ന് ഉറപ്പാ അവർക്ക് അല്ലെ. ഓൾമോസ്റ്റ് 99.9% അവർക്ക് ഉറപ്പാ. കാരണം അത്രയും വലിയ സൈന്യത്തിനെയാണ് അവർ ഫേസ് ചെയ്യാൻ പോണത്. പക്ഷെ അപ്പോഴും അവരെന്താണ്? അള്ളാഹിനെ മീറ്റ് ചെയ്യാൻ പോവാന്ന് ഉറപ്പുള്ള ആളുകളാണ്. പിന്നെ എന്തിനാ നമ്മൾ വിഷമിക്കുന്നത് അല്ലെ? അള്ളാഹിന്റെ മാർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഒരു യഖീൻ, അള്ളാഹിനെ ഞാൻ മീറ്റ് ചെയ്യാൻ പോവാണ് എന്നുള്ള ആ ഒരു യഖീനാണ് ഒരു വ്യക്തിക്ക് സബ്ർ കൊടുക്കുന്നത്, ഒരു വ്യക്തിക്ക് ഇസ്തിഖാമത്ത് കൊടുക്കുന്നത്, പ്രതീക്ഷ കൊടുക്കുന്നത്, മുന്നോട്ട് പോവാനുള്ള ശക്തി കൊടുക്കുന്നത്. എത്ര നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും, എത്ര ക്ഷീണം വരുന്ന സിറ്റുവേഷൻ ആണെങ്കിലും, എത്ര പറ്റൂലെന്ന് തോന്നിക്കഴിഞ്ഞാൽ, എത്ര പ്രയാസങ്ങൾ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് വന്നു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ഹെൽപ്പ് അല്ല, അള്ളാഹിന്റെ ഹെൽപ്പ് കിട്ടുന്നതാണ് അവർ വിചാരിക്കുന്നത്. അള്ളാഹിന്റെ ഹെൽപ്പാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഈ ഒരു ക്ലാസ്സിന്റെ കാര്യമാണെങ്കിൽ പോലും പലർക്കും പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ വന്ന് പറയാറുണ്ട്. എന്തൊക്കെയോ പ്രയാസങ്ങൾ സഹിച്ചിട്ടായിരിക്കും അവർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു എക്സാം എഴുതണമെങ്കിൽ പോലും അവർക്ക് പല സ്വന്തമായിട്ട് ഫോൺ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പ്രയാസങ്ങളുള്ള, നമ്മുടെ ലൈവിൽ ഒട്ടും കയറാൻ പറ്റാത്തൊരു സഹോദരി ഉണ്ട്. എക്സാം എഴുതാൻ പോലും ആൾക്ക് കുറെ പ്രയാസങ്ങളാണ്. പലരുടെയും തടസ്സങ്ങളൊക്കെ ഉണ്ട്. പേഴ്സണലി അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും അവരൊരൊറ്റ എക്സാം ഒഴിയാറില്ല. അവരുടെ പ്രയാസങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പെ ഇങ്ങനെയും ദുനിയാവിലെ പ്രശ്നങ്ങൾ ഉണ്ടോന്ന് തോന്നിപ്പോകും. എന്നാലും അവരൊരു എക്സാം ഒഴിയാറില്ല. എന്നാൽ ചിലരുണ്ട്, കാരണങ്ങൾ ഉണ്ടാവും, അവർക്ക് കാരണം ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും അവർ എക്സാം ഒക്കെ മിസ്സായത്. പക്ഷെ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് അന്ന് ഞാൻ ഒരു എക്സാം എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. കാരണം അവരതിനെ അത്രയും സില്ലി ആയിട്ടാണ് കാണുന്നത്, അത്രയും സില്ലി ആയിട്ട് അവരതിനെ കണ്ടിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. പക്ഷെ എത്രയോ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇത് എഴുതിയ ആൾക്കാരുണ്ട്. ഞാൻ ഈ എക്സാമിനെ ഭയങ്കര സംഭവമാക്കി പറയല്ലോ കേട്ടോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയാം. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും എഫേർട്ട് ഇട്ടിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് അവരതൊക്കെ ചെയ്യുന്നത്? അള്ളാഹിനെ മീറ്റ് ചെയ്യാൻ പോവാണ് അല്ലെ. ഈ ഞാൻ ചെയ്യുന്ന ഈ ഓരോ കുഞ്ഞി പെയിനും, ഈ എടുക്കുന്ന ഓരോ കുഞ്ഞി എഫേർട്ടിനും അള്ളാഹ് എനിക്ക് പ്രതിഫലം തരും. അള്ളാഹ്ക്ക് അറിയാം, വേറെ ആർക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെ. ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റൂല, ആൾക്കാർക്ക് നമ്മളെ മേലെ ആൾക്കാർക്ക് കാരുണ്യം അത്രേ ഉള്ളൂ, അവർക്ക് അത്രേ അള്ളാഹ് കൊടുത്തിട്ടുള്ളൂ അല്ലെ. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് ഉണ്ട് അത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആളുകളിൽ നിന്നല്ല പ്രതീക്ഷിക്കുന്നത്. ഒരു ദിവസം ഞാൻ അള്ളാഹിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഓരോ പ്രയാസങ്ങൾ അങ്ങനെ എടുക്കുമ്പോഴും, ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും പറയാ നമ്മളോട് തന്നെ, ഞാൻ അള്ളാഹിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അള്ളാഹ്
ഈ എടുക്കുന്ന ഓരോ പ്രയാസത്തിനും, ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും റബ്ബേ എന്റെ ഓരോ വേദനയ്ക്കും നീ എന്റെ പാപങ്ങൾ പുറത്ത്. കാരണം നമ്മൾ നഷ്ടക്കാരായി പോകരുത്. ഭൂമിയിൽ വന്ന് അള്ള തരുന്ന ഒരു അവസരവും, ഒരു പോസിറ്റീവായിട്ടുള്ള, ഒരു നെഗറ്റീവായിട്ടുള്ള, ഒരു പ്രയാസമായിട്ടുള്ള, ഒരു എളുപ്പമായിട്ടുള്ള കാര്യവും നമുക്ക് നഷ്ടമായി പോകരുത്. അതാ ഇത് നീ നിന്റെ മാർഗത്തിൽ ഞാൻ എടുക്കുന്ന എഫേർട്ടാ. നീ എന്റെ ഓരോ തിന്മകൾ മായ്ച്ചു കളയണം. ഇതിന്റെ പേരിൽ എന്റെ തിന്മകൾ നീ മായ്ച്ചു കളയണം. എന്റെ റാങ്ക് നീ ഉയർത്തണം. എന്റെ പരലോകത്തെ എന്റെ യാത്ര നീ എളുപ്പാക്കണം. നിന്റെ മാർഗത്തിൽ ഞാൻ ഇവിടെ ഈ എടുക്കുന്ന പ്രയാസം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആൾക്കാരുടെ സഹതാപം വേണ്ട, അല്ലെ? ആൾക്കാരുടെ പ്രതിഫലമല്ല, നമുക്ക് അള്ളാന്റെ പ്രതിഫലമാണ് വേണ്ട. പക്ഷെ ഇത് ആർക്കാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാം? ഈ യക്കീനുള്ള ആൾക്കാർക്ക്. ഏത് യക്കീൻ? അള്ളാനെ ഞാൻ ഒരിക്കൽ കാണും എന്നുള്ള യക്കീനുള്ള ആൾക്കാർക്ക്. അള്ളാ എന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തൂല എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ക്ഷമയോടുകൂടി ഇഹ്സാനോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് പറയാണ് എത്ര ചെറിയ ചെറിയ ഗ്രൂപ്പുകള് വലിയ ഗ്രൂപ്പുകളെ അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി അതിജയിച്ചിട്ടുണ്ട്. വല്ലാഹു മഅസ്സാബിരീൻ. അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവരെ ഹെൽപ്പ് ചെയ്യും. അള്ളാഹു അവരെ കൈവടിയൂല. അള്ളാഹു അവരെ കൈയൊഴിയൂല. അള്ളാഹു അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെടുക്കുന്ന ഓരോ വേദനകളും അള്ളാഹു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവര് അനുഭവിക്കുന്ന ഓരോ തടസ്സങ്ങളും അള്ളാഹുവിന്റെ ലിസ്റ്റിലുണ്ട്. ഓരോ ഭയങ്ങളും ഓരോ ടെൻഷനുകളും ഓരോ തടസ്സങ്ങളും അതിന് അവര് അള്ളാഹിന്റെ സഹായത്തോടു കൂടി മുന്നേറിയ ഓരോ സ്റ്റെപ്പുകളും അള്ളാഹിന്റെ മനസ്സിലുണ്ട്, അള്ളാഹിന്റെ ലിസ്റ്റിലുണ്ട്. അവരുടെ കൂടെ അള്ളയുണ്ട്. അള്ളാഹു അവരെ കൈയൊഴിയൂല. അള്ളാഹു മഅസ്സാബിരീൻ. ഇതിന്റെ ലെസൺസ് ഉണ്ട്. എനിക്ക് പറയാൻ കുറച്ചൊരു പ്രയാസം തോന്നുന്നുണ്ട്. ഞാൻ നാളത്തെ ക്ലാസ്സിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്യാട്ടോ ഇൻഷാ അല്ലാഹ്. കുറച്ചുണ്ട് ഇതിന്റെ ലെസൺസ്. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.